നിങ്ങളിൽ പലരും ഇന്ത്യയിലിരുന്നാണ് ഈ കഥകൾ വായിക്കുന്നതെങ്കിൽ തമിഴിലെ സ്വാമി എന്ന വാക്കിന്റെ അർത്ഥം അറിയാമായിരിക്കും. ദൈവത്തിനെ മാത്രമല്ല വിശുദ്ധരായ മനുഷ്യരെയും ഈ വാക്കുപയോഗിച്ചാണ് വിളിക്കുന്നത്. മാത്രവുമല്ല അത് ബഹുമാനം ഒരൽപ്പം കൂടുതൽ നൽകുന്ന പദവുമാണ്. ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാളൈത്തോത്ത് എന്ന വാക്കും അതേ ഭാഷയിലുള്ളതാണ്. അതിനർത്ഥം വാഴത്തോട്ടമെന്നാണ്. ഇത് ഒരു സ്ഥലപ്പേരുമാണെന്നും അറിയുക. നമ്മുടെ കഥാനായകനായ വാളൈത്തോത്തിലെ സ്വാമി ദൈവവുമല്ല മനുഷ്യനുമല്ല, മറിച്ച് അദ്ദേഹം കടുവയുടെ രൂപമെടുക്കുവാൻ കഴിവുള്ള മാന്ത്രികനാണെന്നാണ് അവിടെയുള്ളവർ കരുതി വന്നത്. ഈ ഒടിയൻ കടുവ ജീവിച്ചിരുന്നത് നീലഗിരി മലകളുടെ അടിവാരങ്ങളിലായിരുന്നു. ആ കടുവ ഒട്ടയ്ക്കാമുണ്ടിൽ നിന്നും 12 മൈൽ മാറിയുള്ള റോഡരികിലും വനത്തിന്റെ അതിര് നിർണ്ണയിക്കുന്ന ഫയർ ലൈനും കടന്നു വന്ന് വാഴകൃഷി സമൃദ്ധമായി വളർന്നു നിൽക്കുന്ന അവിടെയുള്ള അരുവിയുടെ തീരപ്രദേശങ്ങളിലും ഒരു കാലത്ത് ഭീതി പരത്തി. വിചിത്രമായ അയാളുടെ ഈ അവകാശവാദം പിന്നീട് നിരവധി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചു. ഈ സംഭവങ്ങളെല്ലാം തുടങ്ങിയത് ഒരിക്കലൊരു സന്യാസി ഒരു സായന്തനത്തിൽ റോഡിലൂടെ അലഞ്ഞു തിരിഞ്ഞ് വാഴൈത്തോത് എന്ന സ്ഥലത്ത് വന്നത് മുതലാണ്. അവിടെ വലിയൊരു വാഴത്തോട്ടത്തിലെ കാവൽപ്പുരയിലേക്ക് കയറി ചെന്ന സ്വാമി തനിക്ക് തങ്ങുവാൻ കുറച്ച് സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു. താൻ കാൽനടയായി ഇന്ത്യ മുഴുവനും നടന്ന് തീർത്ഥാടനം ചെയ്താണ് വരുന്നത്. മഞ്ഞ് മൂടിയ ഹിമാലയത്തിൽ നിന്നും ആരംഭിച്ച യാത്ര കന്യാകുമാരിയിലാണ് അവസാനിപ്പിക്കൂ. 1 അല്ലെങ്കിൽ 2 ദിവസത്തിലധികം ഇവിടെ തങ്ങില്ല. ശേഷം നീലഗിരി കുന്ന് കയറി ഒട്ടയ്ക്കാമുണ്ട് വഴി വീണ്ടും യാത്ര തുടരും. വാഴത്തോട്ടത്തിന്റെ ഉടമയുടെ പേര് കന്ത എന്നാണ്. കന്തായ്ക്ക് ഇത് കേട്ടപ്പോൾ വലിയ അഭിമാനവും ആഹ്ലാദവും തോന്നി. അദ്ദേഹം കരുതി ഈ വിശുദ്ധ മനുഷ്യന്റെ സാന്നിധ്യം തന്റെ തോട്ടത്തിൽ ഭാഗ്യവും സമൃദ്ധിയും കൊണ്ടുവരുമെന്ന്. അതുകൊണ്ട് അയാൾ സ്വാമിയോട് കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ഇവിടെ തങ്ങിയിട്ട് ക്ഷീണമെല്ലാം മാറ്റിയിട്ട് മതി കിഴുക്കാന്തൂക്കായ റോഡ് വഴിയുള്ള യാത്ര തുടരൽ എന്ന് പറഞ്ഞു. തുടർന്ന് കുറച്ച് വിശിഷ്ടമായ വാഴപ്പഴങ്ങളും പഞ്ചസാര തൂകിയ ഫ്രഷ് ക്രീമും അദ്ദേഹത്തിന് നൽകി. ക്രമേണ ഒരാഴ്ച എന്നത് ഒട്ടനവധി ആഴ്ചകളാവുകയും ചുരുക്കത്തിൽ സ്വാമി ആ വാഴത്തോട്ടത്തിലെ ഒരു സ്ഥിരം അന്തേവാസിയായി മാറുകയും ചെയ്തു. സന്യാസിയുടെ അനുഗ്രഹം മൂലമാണ് തൻ്റെ തോട്ടത്തിൽ നല്ല വിളവുണ്ടാകുന്നതെന്ന് വിശ്വസിച്ച തോട്ടമുടമ അദ്ദേഹത്തിന് സ്ഥിരമായി തങ്ങുവാൻ ഒരു കുടിൽ നിർമ്മിച്ചു നൽകി. എല്ലാ ദിവസവും രാവിലെ വാഴപ്പഴവും ഫ്രഷ് ക്രീമും മുടങ്ങാതെ എത്തിച്ചും കൊടുത്തു. അങ്ങനെ പ്രത്യേകിച്ചൊരു അല്ലലുമില്ലാതെ കൃത്യമായി കിട്ടുന്ന ആഹാരവും ധ്യാനവും ഒക്കെയായി സന്യാസി അവിടെ ജീവിച്ചു വന്നു. ബലാത്കാരമായി സ്വാമിയെ ഇറക്കി വിടുവാൻ കന്തായ്ക്ക് ഭയമായിരുന്നു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ആ തോട്ടത്തിൽ കുറച്ച് ഇരുളർ ഗോത്രത്തിൽപ്പെട്ട ആദിവാസികളും ജോലിയെടുക്കുന്നുണ്ട്. ആൻഡേഴ്സൺ തന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് ഇരിള എന്നാണ്. നീലഗിരി മലകളുടെ പരിസരങ്ങളിൽ ജീവിക്കുന്ന ഇരുളരെ തന്നെയാണ് അദ്ദേഹം ഇതുവഴി ഉദ്ദേശിക്കുന്നത്. കഥ പറഞ്ഞു പോകുന്ന ഒഴുക്കിൽ ഞാൻ ചിലപ്പോൾ ഇരിള എന്ന് പറഞ്ഞെന്നിരിക്കും. എന്നാൽ നിങ്ങളത് ഇരുളർ എന്നേ കേൾക്കാവൂ. എന്തായാലും ഈ തൊഴിലാളികൾ തോട്ടത്തിൽ തങ്ങുന്ന സന്യാസി ഒരൽപ്പം അസാധാരണ സ്വഭാവമുള്ളവനാണെന്ന് കണ്ടെത്തി. വൈകുന്നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി അത് നേരത്തെ കഴിച്ചിട്ട് ഈ സ്വാമി മുനിഞ്ഞു കത്തുന്ന ഒരു എണ്ണവിളക്കുമെടുത്ത് വനത്തിലേക്ക് പോകും. പിന്നെ വളരെ വൈകിയാണ് തിരികെ വരൂ. ചില രാത്രികളിൽ മടങ്ങി വരവും ഉണ്ടാകില്ല. അങ്ങനെ ഒരു ദിവസം സ്വാമി കുടിലിൽ നിന്നും പുറത്തു പോയ സമയം നോക്കി ഒരാൾ ഓടിപ്പോയി കുടിലിന്റെ ഉള്ളിലേക്ക് ഒരു സുഷിരം വഴി എത്തി നോക്കി. അയാൾ ഇതിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് അറിയണമല്ലോ. എന്നാൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് അവിടെ കണ്ടില്ല. പെട്ടെന്ന് സന്യാസി മടങ്ങി വരുന്നത് പോലെ ഒളിഞ്ഞു നോട്ടക്കാരന് തോന്നി. താൻ ഒളിഞ്ഞു നോക്കുന്നത് കൈയും കളവുമായി അദ്ദേഹം പിടികൂടാതെ ഇരിക്കുവാൻ ഇരുളൻ ഓടി കുറച്ചപ്പുറത്തുള്ള ഒരു പൊന്തക്കാടിനുള്ളിൽ മറഞ്ഞിരുന്നു. പെട്ടെന്ന് കുടിലിന്റെ പിൻവശത്തു നിന്നും കുറച്ചു മാറി കാട്ടിൽ നിന്നുമായി ഒരു കടുവയുടെ ഭീകര ഗർജനം മുഴങ്ങി. കിടുകിടെ വിറച്ച ഒളിഞ്ഞു നോട്ടക്കാരൻ ജീവനും കൊണ്ട് അവിടെ നിന്നും ഓടി. കുറച്ചിട ദൂരം ഓടിയ ശേഷം അയാൾ തിരിഞ്ഞ് കടുവയെ വല്ലതും കാണുന്നുണ്ടോ എന്ന് നോക്കി. അപ്പോഴയാൾ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടു. തൊട്ടു മുൻപ് കടുവയുടെ ഗർജനമുയർന്ന സ്ഥലത്തു നിന്നും ആ സന്യാസി തല ഉയർത്തിപ്പിടിച്ച് ഇറങ്ങി വരുന്നതാണ് അയാൾ കണ്ടത്. വിറച്ചുകൊണ്ട് ഒളിഞ്ഞു നോട്ടക്കാരൻ കൂട്ടാളികളുടെ പക്കലെത്തി താൻ കണ്ട കാര്യം പറഞ്ഞു. ഇരുളർ അന്താളിച്ചു പോയി. എന്ത് തരത്തിലുള്ള മനുഷ്യനാണ് ഇയാൾ? രാത്രിയിൽ ഇയാൾ കടുവകളുടെ കൂടെയാണോ തങ്ങുന്നത് എന്നൊക്കെ അവർ ചിന്തിച്ചു. അന്ന് രാത്രിയിൽ സാധുവിന്റെ കുടിലിനരികിൽ നിന്നും ഒരു കടുവയുടെ ഗർജനം അവർ കേട്ടു. തീർന്നില്ല. വാഴത്തോട്ടത്തിന്റെ വിശാലമായ പല അതിരുകളിൽ നിന്നും പലപ്പോഴും ഒരു കടുവയുടെ അലർച്ച മുഴങ്ങി. അതൊരു ആൺകടുവയുടെ അലർച്ച ആയിരുന്നു. അതോടൊപ്പം വനത്തിനുള്ളിൽ നിന്നും ദൂരെ മറ്റ് കടുവകളുടെ, അതായത് ആണിന്റെയും പെണ്ണിന്റെയും അടക്കം സ്വരം ഉയരുന്നത് അവർ കേട്ടു. പ്രത്യേകിച്ചും സന്യാസിയുടെ കുടിലിന്റെ പരിസരത്ത് നിന്നായിരുന്നു അലർച്ച കൂടുതലായി കേട്ടത്. അടുത്ത ദിവസം ഒരു കടുവയുടെ പുതിയ കാൽപ്പാടുകൾ ഇരുളർ കണ്ടു. അതെല്ലായിടത്തും ഉണ്ടായിരുന്നു. കടുവ ഈ ദേശത്തെ പുതിയ അധിനിവേശക്കാരനാണെന്നവർക്ക് മനസ്സിലായി. കാരണം വനത്തിൽ നിന്നും വിട്ട് വാഴത്തോട്ടങ്ങളുടെ അതിര് വഴി ഒരു ചതുരാകൃതിയിലാണ് അതിന്റെ സഞ്ചാരപഥം കാണപ്പെട്ടത്. ഒട്ടയ്ക്കാമുണ്ട് വഴി താഴേക്ക് വരുന്ന റോഡിന്റെ വശങ്ങളിലും പിന്നെ അവിടെയുള്ള അരുവിയുടെ തീരങ്ങളിലേക്കും അത് നീണ്ടു പോകുന്നതായി കണ്ടു. പിന്നീട് വന്ന പല രാത്രികളിലും ആ ദേശത്തൊരു കടുവയുടെ ഗർജനം അവർ കേട്ടു. പ്രത്യേകിച്ചും അമാവാസികളിൽ അത് കൂടുതലായിരുന്നു. അതോടെ ജനങ്ങൾ ഇരുട്ട് വീണു തുടങ്ങിയാൽ കതകടച്ചകത്ത് കയറും. പിന്നെ നേരം പുലരാതെ ആരും പുറത്തിറങ്ങില്ല. ആ വനദേശമാകെയും തൊഴിലാളികളെ കൊണ്ട് നിറഞ്ഞിരുന്ന കാലമായിരുന്നത്.
ചിലർ മുളകൾ വെട്ടുന്ന ജോലിയിലും മറ്റു ചിലർ പാകമായ പുളികൾ പറിച്ചെടുക്കുന്ന പ്രവൃത്തിയിലും വ്യാപൃതരായി. ഇതുകൂടാതെ റോഡ് പണിയുടെ ആവശ്യത്തിലേക്കും ധാരാളം ആളുകൾ അവിടെ തമ്പടിച്ചിരുന്നു. ഇവരെ കൂടാതെ കുറേയധികം ഇരുള വിഭാഗത്തിൽപ്പെടുന്ന ഇടയന്മാരും അവിടെ കന്നുകാലി പറ്റങ്ങളെയും കൊണ്ട് തങ്ങിയിട്ടുണ്ട്. ഒട്ടയ്ക്കാമുണ്ടിലുള്ള ധനികരായ ബടക ഗോത്രത്തിൽപ്പെടുന്നവർ വനത്തിൽ കാലികളെ മേയ്ക്കുവാനുള്ള ലൈസൻസ് വാങ്ങിയിട്ട് കന്നുകാലികളെ സ്വാഭാവിക രീതിയിൽ വളർത്തുവാനായി ദരിദ്രരായ ഇരുളരുടെ കീഴിൽ പറ്റം പറ്റമായി വനത്തിലേക്ക് അയക്കുന്നത് സാധാരണമാണ്. ദിവസം മുഴുവനും ഇരുളർ കാലികളെയും കൊണ്ട് നീലഗിരിയുടെ മോഹനമായ താഴ്വാരങ്ങളിൽ വളർന്നു നിൽക്കുന്ന പച്ചപ്പുൽ പാടങ്ങളിൽ മേയുവാൻ കൊണ്ടുപോകും. അങ്ങനെയുള്ള അവരുടെ യാത്രകളിൽ ഒരു വലിയ സോസറിന്റെ വലിപ്പമുള്ള ആൺകടുവയുടെ കാൽപ്പാടുകൾ അവർ കണ്ടു. രാത്രികാലങ്ങളിൽ അതിന്റെ ഗർജനവും കേട്ടു. ഏതു നിമിഷം വേണമെങ്കിലും തങ്ങളുടെ മൃഗങ്ങളുടെ നേർക്ക് കടുവയുടെ ആക്രമണം ഉണ്ടാകാമെന്ന ഭീതിയോടെയാണ് അവർ കഴിച്ചുകൂട്ടിയത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ പകൽ നേരത്തല്ല ആദ്യ ആക്രമണം ഉണ്ടായത്. പകൽ നേരങ്ങളിൽ കാലികൾ മേയുമ്പോൾ കടുവയ്ക്ക് വളരെ നിസ്സാരമായി തന്റെ ഇരയെ പിടികൂടാമായിരുന്നു. പക്ഷേ കടുവ ഇത് ചെയ്തില്ല. രാത്രിയിലാണത് വന്നത്. അതും വേലി പോലെ കെട്ടിത്തിരിച്ച തൊഴുത്തിൽ അവ സുരക്ഷിതമായി ഇരിക്കുന്ന നേരം നോക്കി. വിശാലമായ ചുറ്റളവിൽ അടുപ്പിച്ച് പലകകൾ ചേർത്തടുപ്പിച്ച് തറനിരപ്പിൽ നിന്നും ഏതാണ്ട് 5 അടി ഉയരത്തിലുള്ള വേലിക്കെട്ടിനുള്ളിലാണ് അവർ പശുക്കളെ രാത്രിയിൽ സംരക്ഷിച്ചു വരുന്നത്. മാത്രവുമല്ല, ഈ മതിലിന് പുറത്ത് കെട്ടുകെട്ടായി കാട്ടിൽ നിന്നും മുൾച്ചെടികൾ വെട്ടിയെടുത്ത് അടുക്കിയും വയ്ക്കും. ഒരു ദിവസം നേരം പുലർന്നപ്പോൾ ഇരുള ഗോത്രത്തിൽപ്പെട്ട ഭൂഡിയ എന്നൊരാൾ അയാളുടെ സംരക്ഷണയിൽ ഉണ്ടായിരുന്ന പാല് ചുരുത്തുന്ന വലിയൊരു പശു അപ്രത്യക്ഷമായെന്ന് കണ്ടെത്തി. വേലിക്കെട്ടിന് വെളിയിലുള്ള മൃദുവായ മണ്ണിൽ ഒരു കടുവയുടെ കാൽപ്പാടുകൾ ചുറ്റി സഞ്ചരിച്ചതായും കണ്ടു. ഒരിടത്ത് മാത്രം ചുറ്റുവേലിക്ക് ഏതാനും ഇഞ്ചുകൾ ഉയരക്കുറവുണ്ട്. കൃത്യമായി അത് കണ്ടെത്തിയ കടുവ അതുവഴി അകത്തേക്ക് ചാടിയിട്ട് പശുവിനെ കൊന്നു. പിന്നെ ഏതുവഴി വന്നോ അതേ വഴിക്ക് പശുവിനെയും തൂക്കിയെടുത്ത് തിരിച്ചു ചാടി. അവിടെ പശുവിൻ്റെ കൊമ്പ് നിലത്ത് കുത്തിയ പാടും കഴുത്തിൽ നിന്നും ചെറിയ രക്തവും കാണാനുണ്ട്. കടുവ തിരിച്ചു ചാടിയ സ്ഥലത്തെ പലകകൾ പുറത്തേക്ക് ഒരൽപ്പം മറിഞ്ഞു കിടപ്പുണ്ട്. ഒട്ടും സമയം കളയാതെ ബൂഡിയ മറ്റിടയന്മാരോട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അതോടെ ചകിതരായ അവർ അന്നത്തെ പകൽ മുഴുവനും ചുറ്റുവേലിക്ക് ഉയരം കൂട്ടുന്ന പ്രവൃത്തികളിൽ തിരക്കിട്ട് ഏർപ്പെട്ടു. 2 or 3 ഇരുളരിൽ കൂടുതൽ ഉണ്ടായിരുന്നില്ല ഓരോ കന്നുകാലിക്കൂട്ടത്തിനും കാവലായിട്ട്. പതിവ് പോലെ ഒരാൾ മൃഗങ്ങളെ മേയ്ക്കുവാൻ കൊണ്ടുപോയി. മിച്ചമുള്ളവർ കൂടിനെ ഉയരം കൂട്ടുന്ന പ്രവൃത്തികളിലും അന്നേ ദിവസം മുഴുകി. അങ്ങനെ ആ പ്രദേശത്തുള്ള വേലിക്കൂടുകൾക്കെല്ലാം അവർ ദ്രുതഗതിയിൽ ഉയരം വർദ്ധിപ്പിച്ചു. ഇതുമൂലം കടുവയ്ക്ക് പിന്നീട് അകത്തേക്കുള്ള പ്രവേശനം സാധ്യമായില്ല. എങ്കിലും ഇതിനോടകം വിവിധ ഇടങ്ങളിൽ നിന്നുമായി കടുവ 4ഓളം പശുക്കളെ പിടിച്ചിരുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. കാളകളെ അത് തൊട്ടുപോലും നോക്കിയിട്ടില്ല. കാരണം കാളയ്ക്ക് ഭാര കൂടുതലുള്ളതുകൊണ്ട് അതിനെയും എടുത്ത് വേലിക്ക് വെളിയിൽ ചാടുവാനുള്ള പ്രയാസം ഓർത്താകണം. കടുവയുടെ ഈ നടപടികൾ ഇരുളരെ ചകിതരാക്കി. അവരിൽ ഏറ്റവും പ്രായമുള്ള ആളുടെ ഓർമ്മകളിൽ പോലും ഇതുപോലെ ഒരു സംഭവം കേട്ടിരുന്നില്ല. തലമുറയായി വനവുമായി പരിചയിച്ചിട്ടുള്ള അവർക്ക് പുലികളുടെയും കടുവകളുടെയും രീതികളെല്ലാം നല്ല നിശ്ചയമുണ്ട്. കാലാകാലങ്ങളായി അവ അവരുടെ കാലിക്കൂട്ടങ്ങളിൽ നിന്നും കാലികളെ അപഹരിക്കാറുമുണ്ട്. അപൂർവമായി അവിടങ്ങളിൽ നരഭോജികൾ കടന്നുവരും. പിന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണം മൂലം അത് അപ്രത്യക്ഷമാകും. കടുവകളുടെ കാര്യമെടുത്താൽ ഇന്നുവരെ അത് കന്നുകാലികളെ ആക്രമിച്ചിട്ടുള്ളത് പകൽ നേരങ്ങളിലായിരുന്നു. ഒരു നരഭോജി കടുവയുടെ കാര്യമെടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. വിജനമായ വഴിത്താരകളിൽ വെച്ചോ അല്ലെങ്കിൽ വനത്തിലൂടെ പഴങ്ങൾ ശേഖരിച്ച് നടക്കുമ്പോഴോ ആണ് അവയുടെ ശല്യം പൊതുവെ ഉണ്ടാകൂ. അതും കൂടുതലും പകലിലാണ് സംഭവിക്കൂ. പക്ഷേ പുതിയതായി അവതരിച്ച ഈ കടുവയാകട്ടെ വ്യത്യസ്തമായ സ്വഭാവമുള്ളവനാണ്. ഇരുളിൻ്റെ മറ പറ്റി മാത്രമാണ് അവൻ വന്നിരുന്നുള്ളൂ. നേരം പുലരുമ്പോൾ അവൻ്റെ കാലടയാളങ്ങൾ അവിടെ എവിടെയായി കാണപ്പെടുമെങ്കിലും ഇന്നുവരെ ആരും കടുവയെ നേരിൽ കണ്ടിട്ടില്ല. കാരണം അവൻ പകലിൽ പ്രത്യക്ഷപ്പെടാറില്ല. ഇതുവരെയും ഒരു നരഭോജി ആയിട്ടില്ലാത്ത ആ മാർജാര പ്രഭു എന്തുകൊണ്ടായിരിക്കും പകലിറങ്ങാത്തത് എന്ന ചോദ്യം അവശേഷിക്കുന്നു. ഇരയെ പിടിച്ചിട്ട് അതിനെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോയ രീതിയും മറ്റും കണക്കിലെടുത്താൽ ഇവൻ അല്പം ബുദ്ധിമാനും ഭയരഹിതനുമാണെന്ന് അനുമാനിക്കാം. ഇതിനിടെ ഒരു അപശ്രുതി ആ ദേശമാകെ നിശബ്ദമായി വ്യാപിച്ചു. വാഴത്തോട്ടത്തിലെ കുടിലിൽ വസിക്കുന്ന സ്വാമിയും ഈ കടുവയും തമ്മിൽ സുഹൃത്തുക്കളാണ്. ഇവർ തമ്മിൽ സൗഹൃദപരമായ ചില ഉടമ്പടികൾ വെച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ വിളക്കുമേന്തി സ്വാമി വനം കയറുന്നത് ഈ കടുവയെ കാണുവാനും അതിന് നിർദ്ദേശങ്ങൾ നൽകുവാനുമാണ് എന്ന് തുടങ്ങിയ കഥകളായിരുന്നത്. അധികം വൈകാതെ ഇടയർ തങ്ങളുടെ കാലികളെയും തെളിച്ചുകൊണ്ട് അവിടെ നിന്ന് 15 മൈൽ മാറിയുള്ള മൈസൂർ ബോർഡറിലെത്തി. പിന്നെ 10 അടിക്ക് മുകളിൽ ഉയരത്തിലായി കൂടുകൾ പണിതീർത്തു. ശേഷം കടുവയുടെ അടുത്ത നടപടി എന്തായിരിക്കുമെന്ന് ഉത്കണ്ഠാപൂർവ്വം കാത്തിരുന്നു. എന്നാൽ അതേ തുടർന്ന് പിന്നീടുണ്ടായ സംഭവങ്ങൾ ഇരുളരുടെ മനസ്സിൽ ഭയത്തിന്റെ വിത്തുകൾ പാകി. ഈ സമയത്ത് വനമിറങ്ങി വന്ന ഒരു കാട്ടാന വാഴത്തോട്ടം ഗ്രാമത്തിന്റെ സകലയിടങ്ങളിലും വ്യാപകമായ കൃഷിനാശം വരുത്തി വന്നു. അവിടങ്ങളിൽ ആനകളെ വെടിവയ്ക്കുന്നത് ഗവൺമെന്റ് കർശനമായി നിരോധിച്ചിരുന്നത് മൂലം ഈ ശല്യം സഹിക്കുവല്ലാതെ മറ്റൊന്നും ചെയ്യുവാനുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ ആദ്യം കണ്ട തോട്ട ഉടമയായ കന്ത അങ്ങനെ പിന്മാറുന്ന തരമല്ല.
അടുത്ത തവണ ആന ഇറങ്ങുമ്പോൾ തന്റെ തോട്ടത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏതാനും ഈയ കഷ്ണങ്ങൾ ഇട്ടു നിറച്ച നാടൻ കുഴലും തയ്യാറാക്കി അയാൾ ഇരുന്നു. നല്ല നിലാവുള്ള കാലമായിരുന്നു അത്. ഒരു രാത്രി തന്റെ തോട്ടത്തിന്റെ മൂലയിലുള്ള വൃക്ഷച്ചുവട്ടിൽ കന്ത ആനയെയും പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. എന്നാൽ ആ രാത്രിയിൽ ഒരാനയും അങ്ങോട്ട് വന്നില്ല. സമയം മുൻപോട്ട് പോകവേ നിലാവിന്റെ നറും വെളിച്ചത്തിൽ തന്റെ തോട്ടത്തിനെയും വനത്തിനെയും വേർതിരിക്കുന്ന അല്പം തുറസായ ഒരിടത്ത് ഒരനക്കം അയാൾ കണ്ടു. പരിഭ്രമത്തോടെ കന്ത അവിടേക്ക് മിഴിച്ചു നോക്കി. എന്തു പണ്ടാരമാണ് അവിടെ നിൽക്കുന്നതെന്ന് വ്യക്തമല്ല. നിഴലും ഇരുളും ചേർന്ന് കിടക്കുന്നത് മൂലം ഒന്നും കാണാനുമില്ല. ഒരിക്കൽ കൂടി തുറച്ചു നോക്കിയപ്പോൾ ആ രൂപം എന്താണെന്ന് ബോധ്യമായി. ഒരു കടുവ പാത്തും പതുങ്ങിയും നീങ്ങുന്നു. പെട്ടെന്ന് അതൊന്നലറി. അടുത്ത കാലത്തായി വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച കടുവയാണ് അതെന്ന് കന്തയ്ക്കുടൻ മനസ്സിലായി. ഇന്നുവരെ അതിനെ ആരും നേരിൽ കണ്ടിട്ടില്ല. ഇപ്പോഴിതാ സുവർണാവസരം തനിക്ക് കൈവന്നിരിക്കുന്നു. ഈ കടുവയെ താൻ വെടിവെച്ചിട്ടാൽ ഇരുളന്മാരുടെ ഇടയിൽ തന്റെ പ്രസിദ്ധി 10 മടങ്ങ് വർദ്ധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോർത്തപ്പോൾ കന്ത ഉന്മത്തനായി. നാടൻ കുഴലുകൊണ്ട് വെടിവയ്ക്കുവാൻ സാധിക്കുന്നതിലും അകലത്തിലാണ് അതിപ്പോഴുള്ളത്. അത്രയും ദൂരത്തിൽ കൃത്യമായി വെടിവയ്ക്കുവാൻ റൈഫിൾ തന്നെ വേണം. എങ്കിലും ചന്ദ്രപ്രകാശത്തെ പരമാവധി ഉപയോഗിച്ച് അകലത്തിലായി ചലിക്കുന്ന ആ രൂപത്തിന് നേർക്കയാൾ സൂക്ഷ്മമായി വെടിവെച്ചു. കന്ത പ്രതീക്ഷിച്ചത് ആ വെടി അയാളെ ജനങ്ങൾക്കിടയിൽ ഒരു ഹീറോ ആക്കുമെന്നാണ്. എന്നാൽ ആ വെടി പിന്നീട് ദൂരവ്യാപകമായ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത്. അതയാളുടെ അന്തസ്സിനെ താഴേക്കിടയിലാക്കിയോ അതോ മേലേക്കിടയിലാക്കിയോ എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട മറ്റൊരു വിഷയമാണ്. വെടിയെ തുടർന്ന് അകലത്തു നിന്നുമായി ചില ഒച്ചകൾ ഉയർന്നു. കന്തായുടെ പഴയ തോക്കിന്റെ മിന്നൽ അയാളിരിക്കുന്ന സ്ഥാനം കടുവയ്ക്ക് കൃത്യമായി കാട്ടിക്കൊടുത്തു. പിന്നെ ഉച്ചത്തിലുള്ള ഒരു ഗർജനം അവിടെ മുഴങ്ങി. അടുത്ത നിമിഷം അലർച്ചയോടെ ആ ജന്തു കന്തായുടെ നേർക്ക് പാഞ്ഞെടുത്തു. അരണ്ടുപോയ നായാട്ടുകാരൻ ജീവനും കൊണ്ടോടി ഒരു തരത്തിൽ തന്റെ കുടിലിലെത്തി. വാതിൽ ഭദ്രമായി കൊട്ടിയടച്ചു. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അയാൾ അന്ന് രക്ഷപ്പെട്ടത്. അടുത്ത ദിവസം രാവിലെ പതിവ് പോലെ കന്തായുടെ 17 വയസ്സുള്ള മകൻ സന്യാസിക്കുള്ള പഴവും പാൽക്രീമുമായി വരികയാണ്. എന്നാൽ പതിവിന് വിപരീതമായി സാധുവിന്റെ കുടിലിന്റെ വാതിൽ അകത്തുനിന്നും അടച്ചിട്ടിരിക്കുന്നതായി കണ്ടു. കുടിലിന്റെ വാതിലിനരികിൽ നിലത്തും മണ്ണിൽ തവിട്ട് നിറത്തിൽ എന്തോ കിടപ്പുണ്ട്. ഒന്നുകൂടി നോക്കിയപ്പോൾ അത് ചോരയാണെന്ന് പയ്യന് മനസ്സിലായി. ആശങ്കയോടെ അവൻ വാതിലിൽ തട്ടി വിളിച്ചു. ആദ്യം ഒരു മറുപടിയും ഉണ്ടായില്ല. പിന്നെ ഒരു പതിഞ്ഞ സ്വരം അകത്തുനിന്നും അവനോട് ഇവിടെ നിന്നും പൊയ്ക്കോ എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങേക്കുള്ള പഴവും ക്രീമും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നവൻ പറഞ്ഞപ്പോൾ തനിക്കിന്ന് അസുഖമായതുകൊണ്ട് ഭക്ഷണമൊന്നും വേണ്ടതില്ല എന്ന മറുപടിയാണ് വന്നത്. ആകാംക്ഷ അടക്കാനാവാതെ പയ്യൻ വീണ്ടും ചോദിച്ചു, അങ്ങേക്ക് മുറിവ് വല്ലതും പറ്റിയിട്ടുണ്ടോ? കാരണം നിലത്ത് ചോര കിടക്കുന്നത് അവൻ കണ്ടതാണല്ലോ. അതുകൊണ്ട് സ്വാമിക്ക് വല്ല അപകടവും പറ്റിയിട്ടുണ്ടോ എന്നവൻ സംശയിച്ചു. എന്നാൽ അകത്തുനിന്നും വന്ന ഉത്തരം കോപത്തോടു കൂടിയുള്ളതായിരുന്നു. ഇവിടുന്ന് ഇറങ്ങി പോടാ എന്ന് സന്യാസി അവനോട് ആക്രോശിച്ചു. സ്വാമിയിൽ നിന്നും ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള പ്രകോപനപരമായ പെരുമാറ്റത്തിൽ ആശ്ചര്യപ്പെട്ട പയ്യൻ 4 കാലും പറിച്ചോടി. വീട്ടിലെത്തി എല്ലാ കാര്യവും പറഞ്ഞു. എന്നാൽ ഇക്കുറി പേടിച്ചത് കന്ത ആയിരുന്നു. താൻ തലേന്ന് ആനയെ തിരക്കിയിറങ്ങി കടുവയെ വെടിവെച്ച കാര്യം അയാൾ വീട്ടിലെ ആരോടും, എന്തിനധികം സ്വന്തം ഭാര്യയോട് പോലും പറഞ്ഞിരുന്നില്ല. ഒരു വേള പോയ രാത്രി താൻ വെച്ച വെടി കൊണ്ടത് സ്വാമിക്കായിരിക്കുമോ എന്നയാൾക്ക് സംശയമായി. അരമണിക്കൂർ നേരത്തെ ചിന്തകൾക്കൊടുവിൽ കന്തായ്ക്ക് പുതിയൊരു ആശയം ഉദിച്ചു. സ്വാമിക്ക് എന്തു പറ്റിയെന്നറിയണമല്ലോ. അയാൾ വേഗം തന്നെ ഫക്കീറിന്റെ കുടിൽ ലക്ഷ്യമാക്കി നടന്നു. കുറച്ചകലെ ചെരുപ്പഴിച്ചു വെച്ചിട്ട് നിശബ്ദപാതനായി കുടിലിന്റെ വാതിലിനെ അയാൾ സമീപിച്ചു. പിന്നെ മെല്ലെ കതകിൽ തള്ളി. ഉണങ്ങിയ നിലത്ത് രക്തം കിടക്കുന്നത് കന്തായും കണ്ടു. ഒന്നും സംഭവിച്ചില്ല. കതക് അകത്തുനിന്നും ഭദ്രമായി അടച്ചിട്ടുണ്ട്. ഏതാനും വാര വലത്തോട്ട് നീങ്ങിയ കന്ത നിലത്ത് മുട്ടുകുത്തി ഇല്ലിമറയുടെ വിടവിലൂടെ ഉള്ളിലോട്ട് അകത്തെ അന്ധകാരത്തിലേക്ക് ഒളിഞ്ഞു നോക്കി. പെട്ടെന്ന് കന്തയുടെ ഇടതുവശത്തായി മുകളിൽ നിന്നും ചെറിയൊരു ശബ്ദമുയർന്നു. അടുത്ത നിമിഷം കുടിലിന്റെ വാതിൽ മലർക്കെ തുറക്കപ്പെട്ടു. അയാൾക്ക് മുകളിലായി സ്വാമിയുടെ ക്രുദ്ധമായ മുഖം പ്രത്യക്ഷമായി. സന്യാസിയുടെ ഇടത് കൈയിൽ ഒരു വെള്ളത്തുണി മുറുക്കി കെട്ടിയിട്ടുണ്ട്. രക്തം പനിച്ചു വന്ന തവിട്ട് നിറത്തിലുള്ള അടയാളവും അതിൽ കാണാം. ലേശം ജാളിതയോടുകൂടി കന്ത എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ലയോ വിശുദ്ധ മനുഷ്യ, അങ്ങേക്ക് അസുഖമോ മറ്റോ ആണെന്ന് എൻ്റെ പുത്രൻ പറഞ്ഞു. അത് എന്താണെന്ന് തിരക്കുവാനും അങ്ങേക്ക് സഹായം വല്ലതും വേണമോ എന്നും അന്വേഷിക്കുവാൻ വന്നതാണ് ഞാൻ. എൻ്റെ കുടിലിലേക്ക് നീ ഒളിഞ്ഞു നോക്കിയതിന് പറയുന്ന വിശദീകരണം ഇതാണോടാ കള്ള? സ്വാമി ആക്രോശിച്ചു. ഇറങ്ങിപ്പോടാ. ഇനി നിനക്ക് വരുവാൻ പോകുന്നത് എന്താണെന്ന് നീ നോക്കി വെച്ചോ. ഇത്രയും പറഞ്ഞിട്ടയാൾ വാതിൽ കൊട്ടിയടച്ചു. പാവം കന്ത ജീവനും കയ്യിലെടുത്തോടി. അപ്പോഴൊക്കെ അയാളുടെ മനസ്സിൽ സന്യാസി തനിക്കെതിരെ ദുർമന്ത്രവാദം ചെയ്യുമോ എന്ന ഭയം മാത്രമായിരുന്നു. ഇതേ തുടർന്ന് ഒരാഴ്ചയോ അല്ലെങ്കിൽ അതിലധികമോ കടന്നു പോയിട്ടുണ്ടാകും. ആ ഏകാഗി കടുവ അടുത്ത പശുവിനെയും പിടിച്ചു. ഞാൻ മുൻപ് ഇടയാർ വേലിക്കെട്ടുകൾക്ക് ഇരട്ടിയോളം ഉയരം വർദ്ധിപ്പിച്ച കാര്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഒരു കടുവയ്ക്കും വേലിക്കും മുകളിലൂടെ ചാടി കിടക്കുവാൻ കഴിയില്ല. അഥവാ കടന്നാൽ തന്നെയും ഇരയെയും കൊണ്ട് തിരിച്ചു ചാടൽ അസാധ്യമാണ്.
പക്ഷേ ഈ വിചിത്ര മൃഗം ഇത്തവണ മറ്റൊരു കാര്യമാണ് ചെയ്തത്. അത് വേലിക്കെട്ടിൻ്റെ അടിവശത്ത് ബലക്കുറവുള്ള ഒരു ഇടം കണ്ടെത്തി. പിന്നെ തൻ്റെ ബലിഷ്ഠമായ കൈകൊണ്ടടിച്ച് പലക തകർത്ത് ഒരു വഴിയുണ്ടാക്കി ഉള്ളിൽ കടന്നു. എന്നിട്ടൊരു പശുവിനെ കൊന്നു. എന്നാൽ ഇരയെയും കൊണ്ട് തിരികെ മടങ്ങുവാൻ അവനായില്ല. ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ കടുവയ്ക്ക് ഇരയെ ഉപേക്ഷിച്ച് നിരാശയോടെ പിൻവാങ്ങേണ്ടി വന്നു. ഈ സംഭവത്തോടെ വ്യാഘ്രത്തിന് കൂടുതൽ ധൈര്യമായി. ഇരുളർക്ക് തന്നോട് ഭയമാണെന്ന് എങ്ങനെയോ മനസ്സിലാക്കിയ കടുവ അതോടെ തൻ്റെ രീതികൾ ഒന്ന് പരിഷ്കരിച്ചു. അങ്ങനെയാണ് രാത്രികാലങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരുന്ന അവനെ പകലുകളിലും മറ്റും കാണുവാൻ തുടങ്ങിയത്. ജലാശയത്തിനരികിലും വനത്തിൻ്റെ ഫയർലൈൻ ബൗണ്ടറികളിലും പ്ലാന്റേഷൻ നടക്കുന്നിടത്തുമൊക്കെ അവൻ ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെട്ടു. തീർന്നില്ല. വനത്തിലേക്ക് ഇരുളർ കാലികളെ തെളിച്ചുകൊണ്ട് പോകുമ്പോൾ അത് ധൈര്യസമേതം കടന്നുവന്ന് ഇര പിടിക്കുവാനും തുടങ്ങി. പക്ഷേ കടുവയിൽ നിന്നും പിന്നീടുണ്ടായ 2 പ്രവൃത്തികൾ നിശ്ചയമായും ശിക്ഷാർഹമായ ഒന്നായിരുന്നു. ഒരു ദിവസം ഒരു ഇടയ ചെറുക്കൻ മൃഗങ്ങളെയും തെളിച്ചുകൊണ്ട് വനത്തിലെത്തി. പെട്ടെന്ന് ആ കടുവ കൂട്ടത്തിലുള്ള ഒരു കാളയുടെ മേൽ പറന്നിറങ്ങുന്നത് അവൻ കണ്ടു. കടുവയുടെ ഭാരം മൂലം കാള നിലത്ത് മുട്ടുകുത്തി വീണുവെങ്കിലും അതും ശക്തമായി പ്രതിരോധിച്ചു. നിലത്ത് വീണ കാള അക്രമിയെ പ്രതിരോധിക്കുന്നതിനിടെ മറ്റ് കാളകൾ ഇവർക്ക് ചുറ്റുമായി നിന്ന് കടുവയെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് കടുവയ്ക്ക് ഇരയെ ശരിയായി ചാർജ് ചെയ്യുവാനും കഴിഞ്ഞില്ല. ഇതോടെ പെട്ടെന്നൊരു ധൈര്യം കിട്ടിയ ആ ചെറുക്കൻ കയ്യിലിരുന്ന വടിയും കൊണ്ട് നേരെ അങ്ങ് വന്ന് കടുവയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരു കുത്തുകുത്തി. അടുത്ത നിമിഷം ഒരു അലർച്ചയോടെ ആ ജന്തു കാളയെ വിട്ടിട്ട് പയ്യൻ്റെ മേൽ ചാടി വീണു. അവൻ നിലത്തും കടുവ മുകളിലുമായിട്ടാണ് വീണത്. ഇതോടെ അവസരം കാത്തിരുന്ന കാളകൾ പാഞ്ഞെത്തി അവരുടെ കൂർത്ത കൊമ്പുകൾ കൊണ്ട് കടുവയുടെ കാണാവുന്ന ഇടങ്ങളിലെല്ലാം മാരകമായി കുത്തി. അതോടെ ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് മനസ്സിലായ കടുവ വനത്തിലേക്കൂടി. പിന്നാലെ കാളകളും. കാളകളുടെ ഈ പ്രവൃത്തി ഭാഗികമായി പയ്യൻ്റെ ജീവൻ രക്ഷിച്ചുവെന്ന് പറയാം. പക്ഷേ അതോടൊപ്പം കടുവയുടെ പല്ലും നഖവും കൊണ്ടുണ്ടായ മുറിവിനും പുറമെ കാളകളുടെ ചവിട്ടും കുത്തും കൂടി അവൻ ഏൽക്കേണ്ടി വന്നു. നിർഭാഗ്യവാനായ ആ ബാലൻ ആ രാത്രി മുഴുവനും വനത്തിൽ കിടന്നു, ആരുടെയും തുണയില്ലാതെ. പക്ഷെ ആ കാളകൾ അവനെ സംരക്ഷിച്ചുകൊണ്ട് കടുവ മടങ്ങി വന്നാൽ പ്രതിരോധിക്കുവാൻ തയ്യാറായി യജമാനന് ചുറ്റിലുമായി കാവൽ നിന്നു. അടുത്ത പ്രഭാതത്തിൽ അവനെ അന്വേഷിച്ചു വന്ന ഗ്രാമത്തിലെ ഏതാനും ഇടയരാണ് പയ്യനെ കണ്ടെത്തിയത്. എന്നാൽ ശരീരത്തിലേറ്റ അനേകം മുറിവുകളും മണിക്കൂറുകൾ രക്തം മാർന്നു കിടന്നതും മൂലം പയ്യന്റെ വിധി ഇതിനോടകം നിർണയിക്കപ്പെട്ടിരുന്നു. വാഹന സൗകര്യം കുറവായിരുന്നതുകൊണ്ട് ഒട്ടക്കാമുണ്ട് വഴി അവനെ ചുമന്ന് ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ആ ബാലൻ മരിച്ചു. ഈ ദാരുണ സംഭവത്തിന് ശേഷം ഏതാനും നാളുകൾ കടന്നുപോയി. അപ്പോഴാണ് അടുത്ത ദുരന്തം വന്നത്. ഈ കാലത്തിനിടയിൽ കടുവയുടെ ആക്രമണം ഒരു കാലിക്കൂട്ടത്തിന്റെ നേർക്കുണ്ടായിട്ടില്ല. അതോടെ കടുവ വനത്തിന്റെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് പോയിട്ടുണ്ടാകുമെന്ന് ഇരുളർ കരുതി. എന്നാൽ ഒരു പുലർച്ചയിൽ ഒരു ഇരുളൻ ഗ്രാമത്തിലെ നടപ്പാതയ്ക്കപ്പുറം അതിരിട്ട് വിശാലമായി വളർന്നു നിൽക്കുന്ന പുൽക്കൂട്ടത്തിൽ നിന്നും ഒരു മയിൽ പറന്നുയരുന്നത് കണ്ടു. അയാൾ ഉടൻ അവിടേക്ക് പാഞ്ഞു. അവിടെ ഒരു മയിലിന്റെ കൂട് കാണുവാൻ സാധ്യതയുണ്ട്. ഒത്താൽ ഏതാനും മുട്ടകളോ ഭാഗ്യമുണ്ടെങ്കിൽ ഇളം മയിൽ ഇറച്ചിയോ കിട്ടുമെന്ന് അയാൾ കരുതി. ഇരുളൻ വേഗം തന്നെ മയിൽ പറന്നു പൊങ്ങിയ സ്ഥലത്തെത്തി. പക്ഷേ അയാളെയും കാത്ത് അവിടെ ഉണ്ടായിരുന്നത് മറ്റൊന്നായിരുന്നു. സത്യത്തിൽ അവിടെ ഒരു കടുവയുടെ സാന്നിധ്യം വന്നതുകൊണ്ടാണ് മയിൽ പറന്നു പോയത്. പക്ഷെ അത് മനസ്സിലാക്കിയപ്പോഴേക്കും അയാളും കടുവയും മുഖാമുഖം എത്തി. അപ്രതീക്ഷിതമായി മനുഷ്യനെ തൊട്ടു മുൻപിൽ കണ്ട കടുവ ഒരു പക്ഷെ ആശ്ചര്യപ്പെട്ടിരിക്കണം. എന്തായാലും ഒരു പ്രകോപനവുമില്ലാതെ കടുവ അയാളെ ആക്രമിച്ചു കൊന്നു. പിന്നെ കൗതുകം കൊണ്ട് അയാളുടെ നെഞ്ചിൽ നിന്നും തുടയിൽ നിന്നും ഒരൽപ്പം മാംസവും അത് ഭക്ഷിച്ചു. മൃഗം മനുഷ്യ മാംസത്തിന്റെ സ്വാദ് അറിഞ്ഞിരിക്കുന്നു. അതെ, അന്ന് ആ ദിവസം ഒരു പുതിയ നരഭോജി അവിടെ അവതരിക്കുകയായിരുന്നു. ഈ സംഭവം അവിടെയുള്ളവരെ സംഭ്രാന്തിയിലാഴ്ത്തി. ഏകാഗി കടുവ കൂടുതൽ ധൈര്യവാനായി മാറിയിരിക്കുന്നു. നാവിൽ നിന്നും നാവ് കൈമാറി ഈ പേടിപ്പെടുത്തുന്ന കഥകൾ വ്യാപിച്ചൊടുവിൽ അതിന് വാഴത്തോട്ടത്തിൽ താമസിക്കുന്ന സന്യാസിയുമായി ഒരു ബന്ധമുണ്ടെന്ന് അവർ അനുമാനിച്ചു. പല അഭിപ്രായങ്ങളാണ് രൂപപ്പെട്ടത്. ചിലരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ഇപ്പോൾ നരഭോജിയായി പരിണമിച്ച കടുവയും സന്യാസിയും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളാണ്. അയാളുടെ നിർദ്ദേശപ്രകാരമാണ് കടുവ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞത് വേറൊരു കഥയാണ്. കടുവയും സ്വാമിയും ഒന്നാണ്. സന്യാസി അയാൾക്കിഷ്ടമുള്ളപ്പോൾ സ്വയം കടുവയായി മാറുന്നു. അവരിങ്ങനെ വിശ്വസിക്കുവാനും ചില കാരണങ്ങളുണ്ട്. ഒന്നാമത്, കടുവ വരുന്നത് സന്യാസി തങ്ങുന്ന വാഴത്തോട്ടത്തിൽ നിന്നുമാണ്. രണ്ടാമത്, മുൻപൊരു രാത്രിയിൽ തോട്ടക്കാരൻ കന്ത കടുവയെ വെടിവെച്ചുവെങ്കിലും രക്തപ്പാടുകൾ കണ്ടെത്തിയത് സ്വാമിയുടെ കുടിലിന്റെ വാതിൽക്കലാണ്. മാത്രവുമല്ല, അയാളുടെ കയ്യിൽ മുറിവ് വെച്ച് കെട്ടിയതായി കാണുകയും ചെയ്തു. കടുവയുടെ ഇടവിട്ട വിളിയൊച്ചയും കാലടയാളങ്ങളും ആ കുടിലിന്റെ പരിസരത്താണ് കൂടുതലായും കണ്ടത്. മാത്രവുമല്ല, ഇപ്പോൾ മരിച്ച ഇരുളൻ തന്നെയായിരുന്നു സ്വാമി തന്നെയാണ് കടുവയെന്ന കിംവദന്തിക്ക് മുൻപ് തുടക്കമിട്ടത്. സ്വാഭാവികമായും സ്വാമി തന്റെ പ്രതികാരം അയാളിൽ നടപ്പാക്കി. ഇത്രയും സംഭവങ്ങൾ കൂട്ടി വായിച്ചതിൽ നിന്നും സന്യാസി തന്നെയാണ് കടുവയെന്നവർ ഉറപ്പിച്ചു. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം തോട്ടം ഉടമയായ കന്തായുടെ നേതൃത്വത്തിൽ കുറച്ച് ഇരുളർ സന്യാസിയെ കാണുവാനെത്തി. സ്വാമിയെ കണ്ട മാത്രയിൽ അവർ അയാളുടെ കാലിൽ വീണ് ക്ഷമായാചന നടത്തിയിട്ട് പരിസരത്ത് ഒരു കടുവ ചുറ്റി നടപ്പുണ്ടെന്ന് അറിയിച്ചു. അങ്ങാണ് ആ കടുവയെങ്കിൽ
ഇനിയൊരു മനുഷ്യനെയും കൊല്ലരുതേ എന്നും അപേക്ഷിച്ചു. അഥവാ മനുഷ്യമാംസം അത്ര കണ്ട് ഒഴിച്ചു കൂട്ടുവാൻ വയ്യെങ്കിൽ 1-2 മൈലുകൾ മാറി മുകൾ വശത്തായി ഘട്ട് റോഡിന്റെ പരിസരത്ത് ഏതാനും ബഡക ഗോത്രക്കാർ താമസിക്കുന്നുണ്ട്. അതും പോരെങ്കിൽ 10 മൈൽ മാറി വടക്ക് ദിശയിൽ മൈസൂർ അതിർത്തിയിൽ കുറുമ്പകളുടെ ഒരു കോളനിയുണ്ട്. അവരെ ആഹാരമാക്കൂ എന്നൊരു നിർദ്ദേശവും അവർ മുൻപോട്ട് വെച്ചു. സന്യാസി എല്ലാം ക്ഷമയോടെ കേട്ടു. പിന്നെ ഒരല്പനേരം ആലോചിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: എല്ലാ മാസവും 100 രൂപയും അതോട് ചേർത്ത് കുറച്ച് അരിയും നെയ്യും പച്ചക്കറികളും തനിക്ക് നൽകണം. മുൻപ് നൽകി വന്ന വാഴപ്പഴവും ക്രീമും പഞ്ചസാരയും മുടങ്ങുവാനും പാടില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കുറുമ്പകളുടെയും ബടകകളുടെയും അടുക്കൽ താൻ പൊയ്ക്കൊള്ളാം. ഇരുളരെ മാത്രം ഉപദ്രവിക്കില്ല. അങ്ങനെ അത് ഉറപ്പിച്ചു. സന്യാസിയുടെ ആവശ്യം ഇരുളർ അംഗീകരിച്ചു. അതോടൊപ്പം സന്യാസി തന്നെയാണ് നരഭോജി കടുവയുടെ രൂപമെടുക്കുന്നത് എന്ന കാര്യവും ഉറപ്പായി. പക്ഷെ സാധുക്കളായ അവരെങ്ങനെയാണ് എല്ലാ മാസവും 100 രൂപയും അരിയും നെയ്യും പച്ചക്കറികളും കണ്ടെത്തുക? ഈ ചോദ്യം അവരെല്ലാവരും പരസ്പരം ചോദിച്ചു. ഒടുവിൽ മാസത്തുക 50 രൂപയാക്കി കുറയ്ക്കണമെന്ന അപേക്ഷയും കൊണ്ടവർ സന്യാസിയെ വീണ്ടും സമീപിച്ചു. എന്നാൽ അയാൾ അതിൽ തന്നെ ഉറച്ചു നിന്നു. മെല്ലെ നിശബ്ദരായി വിഷാദത്തോടെ ഗ്രാമീണർ തിരികെ മടങ്ങി. ഈ വിലപേശൽ കഴിഞ്ഞതിന്റെ കൃത്യം 4-ാം ദിവസം നരഭോജി മറ്റൊരു ഇരളനെ അയാളുടെ കുടിലിൽ നിന്നും ഒരു ഫർലോങ് അകലത്തിൽ വെച്ച് പിടികൂടി. പക്ഷേ അതിൽ മറ്റൊരു യാദൃശ്ചികത അടങ്ങിയിരുന്നു. മാസത്തുക കുറച്ചു തരണമെന്ന് അപേക്ഷിക്കുവാൻ പോയ സംഘത്തിൽ കൊല്ലപ്പെട്ട ഈ മനുഷ്യനും ഉൾപ്പെട്ടിരുന്നു. ഈ കഥയുടെ ആമുഖം തന്നെ വളരെയേറെ നീണ്ടുപോയെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ സാധുക്കളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ ഒരു നേർചിത്രം എനിക്ക് വ്യക്തമായി പറയണം. അതിന് ഈ പുരാവൃത്തം പൂർണ്ണമായി അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം. ഇതുവരെയുള്ള ഈ കഥ ഞാൻ കേട്ടത് വാഴത്തോട്ടത്തിന്റെ 1 മൈൽ താഴെ മാറിയുള്ള അരുവിയുടെ കരയിലെ ക്യാമ്പ് ഫയറിനരികിൽ ഇരിക്കുമ്പോഴാണ്. ഇതെല്ലാം എന്നോട് പറഞ്ഞത് ദുർമുഖമുള്ള കുള്ളനായ ഒരു ഇരളനാണ്. ബൂര എന്നാണ് അവന്റെ പേര്. വേട്ടയാടുവാൻ ഈ പരിസരത്ത് മുൻപ് വരുമ്പോൾ എനിക്ക് അകമ്പടി വന്നിരുന്നത് ബൂര ആയിരുന്നു. ആദിവാസികൾ പൊതുവെ മിതഭാഷികളാണ്, പ്രത്യേകിച്ചും അപരിചിതരുടെ അടുക്കൽ. പക്ഷെ നിങ്ങൾ അവരുടെ വിശ്വാസം ഒരിക്കൽ നേടിയെടുത്താൽ സഹജമായ നാണം മറന്നവർ അനിയന്ത്രിതമായി സംസാരിക്കും. അതോടൊപ്പം നിങ്ങളും ഒരു സംസാരപ്രിയനാണെങ്കിൽ അവരിൽ നിന്നും നിരവധി കഥകളും കേൾക്കാം. വനത്തെക്കുറിച്ചും മൃഗങ്ങളെപ്പറ്റിയും ആദിവാസികളെക്കുറിച്ചും അവരുടെ ശീലങ്ങളെപ്പറ്റിയുമുള്ള കഥകളും എന്നു വേണ്ട, അതോടൊപ്പം അമാനുഷികമായ പ്രേത കഥകളും ഇടമുറിയാതെ കേൾക്കാം. വിശാലമായി പന്തലിച്ചു നിന്ന ഒരു കാട്ടുമാവിന്റെ കീഴിൽ ചിലവഴിച്ച ആ രാത്രി ഞാൻ ഇന്നും ഓർക്കുന്നു. അതിന് കീഴിൽ വെച്ചാണ് ബൂര വിചിത്രമായ ഈ കഥ എന്നോട് പറഞ്ഞത്. അകലെ വലിയ വണ്ണമുള്ള മുളകൾ കാട്ടാനകൾ വലിച്ചൊടിക്കുന്ന ഒച്ച കേൾക്കാം. നരഭോജി വിഹരിക്കുന്ന പ്രദേശമായതുകൊണ്ട് പകലിലെ തന്നെ ധാരാളം വിറക് ശേഖരിച്ച് രാത്രിയിൽ തീയിട്ട് അതിനരികിൽ ഇരിക്കുകയാണ് ഞാനും ബൂരയും. തീരുന്ന മുറയ്ക്കനുസരിച്ച് അയാൾ വിറക് ഇടുന്നുമുണ്ട്. എൻ്റെ അടുത്ത സുഹൃത്തായ മാർട്ടിൻ സറ്റ്സൽ ഒട്ടയ്ക്കാമുണ്ടിലാണ് താമസം. അദ്ദേഹമാണ് ഈ ദേശത്ത് ഒരു നരഭോജി അവതാരമെടുത്ത കഥ എനിക്ക് എഴുതിയത്. കഴിയുമെങ്കിൽ എന്നോട് ഇവിടെ എത്തി ഈ പ്രശ്നം തീർത്തു തരുവാൻ കത്തിലൂടെ അദ്ദേഹം ആവശ്യപ്പെട്ടു. അതിൻ പ്രകാരം പുറപ്പെട്ട് ഒരു ദിവസം ഊട്ടിയിൽ തങ്ങിയിട്ടാണ് ഞാൻ ഘട്ട് റോഡ് വഴി 20 മൈൽ താഴെ ഇറങ്ങി വാഴത്തോട്ടത്തിൽ വൈകിട്ട് 4 മണിയോടെ എത്തിയത്. ബൂരയുടെ കുടിലും ഇവിടെ അടുത്താണ്. വളരെ കാലം കൂടി കാണുന്നതുകൊണ്ട് ഞാനും ബൂരയും നദിക്കരയിലെ മാവിൻ ചുവട്ടിൽ ക്യാമ്പ് ഫയർ കൂട്ടി ഈ രാത്രി കഴിച്ചു കൂട്ടാമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ കഥയും അറിഞ്ഞത്. ഒടുവിൽ തമിഴിൽ ഇങ്ങനെ പറഞ്ഞയാൾ ആ സംഭാഷണം അവസാനിപ്പിച്ചു: ഞാനിതൊന്നും പറയുവാൻ പാടില്ലായിരുന്നു ദുരൈ. ആ കടുവാസ്വാമിയെ നയിക്കുന്ന ദുഷ്ടശക്തി വനത്തിലെ എല്ലാ നരഭോജികളിലും ഉള്ളതാണ്. അതിൻ്റെ കാതുകൾ എല്ലായിടത്തുമുണ്ട്. ഒരു ചെറിയ അനക്കം പോലും അതിനറിയാം. ഒരു മനുഷ്യൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും അത് മനസ്സിലാക്കും. ഒന്നാമത് സ്വാമി അരിശത്തിലാണ്. ഇത് പറഞ്ഞതിന് എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാവുമോ എന്നെനിക്ക് പേടിയുണ്ട്. അയാൾ ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. നദിയുടെ മറുകരയിൽ ഒരു ഫർലോങ് അകലത്തിൽ നിന്നുമായി ഒരു കടുവയുടെ ഗർജനം മുഴങ്ങി. എൻ്റെ വശത്തിരുന്ന ബൂര മരവിച്ചുപോയി. പിന്നെ അയാളെ തുള്ളൽപ്പനി പിടിച്ചതുപോലെ വിറയ്ക്കുവാൻ ആരംഭിച്ചു. വിക്കി വിറച്ച് ബൂരയുടെ തൊണ്ടയിൽ നിന്നും ഏതാനും വാക്കുകൾ പുറത്തു ചാടി: ദൊരൈ, അതവനാണ്, ആ ചെകുത്താൻ കടുവ, ആ സ്വാമി. അത് ഞാൻ പറഞ്ഞത് മുഴുവനും കേട്ടിരിക്കുന്നു. ഞാൻ തൊലഞ്ഞല്ലോ ദുരൈ. എൻ്റെ പിടലിക്ക് പിന്നിൽ ഒരു തരിപ്പ് കയറി. പറ്റേ വെട്ടിയ മുടി ഭയം മൂലം നിവർന്നു. ഒരു നിമിഷം കൊണ്ട് ശരീരം മാസകലം വിയർത്തു. എങ്കിലും വളരെ ഉദാസീനമായി ഞാൻ പറഞ്ഞു: പൊട്ടത്തരം പറയാതിരി ബൂര, അതൊരു കടുവയാണ്. രക്തവും മാംസവും ഉള്ള കടുവ. ചിലപ്പോഴത് നമ്മൾ തിരയുന്ന നരഭോജിയുമാകാം. ഒന്നുറപ്പാണ്, മനുഷ്യനോ പിശാചോ എന്തുമാകട്ടെ, അതിന് പുനർജനിക്കുവാനോ രൂപം മാറുവാനോ കഴിയില്ല. അതോടൊപ്പം യാന്ത്രികമെന്നോണം വിഞ്ചസ്റ്റർ 405-ഉം 3 ബാറ്ററി ടോർച്ചും എൻ്റെ മടിയിലെത്തി. ഗർജനമുയർന്ന ദിക്കിലെ ഇരുളിലേക്ക് ഞാൻ ഉറ്റുനോക്കി. അഗ്നികുണ്ഡത്തിന്റെ പ്രകാശം ഏതാനും വാരം ദൂരം വരെ എത്തി ഞങ്ങൾക്ക് ചുറ്റും വൃത്തം തീർത്തിരിക്കുന്നു. അതിനുമപ്പുറം കനത്ത ഇരുട്ടാണ്. അല്പനേരം കടന്നുപോയി. കടുവയുടെ ഗർജനം വീണ്ടും ഉയർന്നു.
ഇത്തവണ അത് ഞങ്ങളുടെ പിന്നിൽ നിന്നുമാണ് വന്നത്. മുൻപ് കേട്ട അതേ അകലത്തിൽ കടുവ ഒരു ചെറിയ അരുവി മുറിച്ചു കടന്ന് ഒരു അർത്ഥവൃത്തം തീർത്ത് വന്നതാകാം. ആഴിയിലേക്ക് കുറച്ചുകൂടി വിറക് ഞാൻ എറിഞ്ഞു. ഒരു വേള നേരം പുലരുവോളം കത്തിക്കുവാനുള്ള വിറക് കാണുമോ എന്നുവരെ സംശയിച്ചു. മുൻകൂട്ടി ധാരാളം വിറക് ശേഖരിച്ചിരുന്നുവെങ്കിലും ഒരു നരഭോജിയുടെ സാമീപ്യമുള്ളപ്പോൾ അതൊന്നും മതിയാകില്ല. രണ്ടാമത്തെ വിളി കഴിഞ്ഞപ്പോൾ മുതൽ അവിടമാകെ സുദീർഘമായ അലൗകികമായ ഒരു നിശബ്ദത വ്യാപിച്ചു. കടുവയുടെ മൂന്നാം വിളിക്ക് ഞങ്ങൾ കാതോർത്തു. പക്ഷേ ഒന്നും കേട്ടില്ല. ചിലപ്പോൾ ആ ചെകുത്താൻ 1 മൈൽ പിന്നിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള പൊന്തയ്ക്കുള്ളിലോ മറഞ്ഞിരിക്കുകയാവും. വനത്തിൽ ആഴി കൂട്ടിയിരിക്കുമ്പോൾ തീയുടെ വെളിച്ചം കാണുന്നതിനും അപ്പുറം പലയിനം ജീവികളുടെ മർമ്മര സ്വരങ്ങൾ ഉയരുന്നത് സാധാരണമാണ്. ഇവിടെയും അത് കേട്ടു. ഒരു പക്ഷേ ആ നരഭോജി ഞങ്ങളുടെ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ പതിഞ്ഞു കിടന്ന് ഇഞ്ച് ബൈ ഇഞ്ച് എന്ന കണക്കിൽ മുൻപോട്ട് വരികയാവാം. ആക്രമിക്കുവാനുള്ള ദൂരപരിധിയിൽ എത്തിയിട്ടത് പൊടുന്നനെ കുതിച്ചു ചാടുവാനും സാധ്യതയുണ്ട്. എപ്പോൾ വേണമെങ്കിലും നരഭോജിയുടെ ചാർജും പ്രതീക്ഷിച്ച് ഞാനിരുന്നു. ഇതിനിടെ ബൂരയുടെ വായിൽ നിന്നും വിറച്ച് ചില വാക്കുകൾ വീണത് കേട്ടു. ഇതവന്റെ പ്രതികാരമാണ്. നാളത്തെ സൂര്യോദയം നമ്മൾ കാണില്ല. കടുവയുടെ അനക്കമോ ഗർജനമോ കേൾക്കുവാൻ കാതു കൂർപ്പിച്ചിരുന്ന എൻ്റെ സിരകളെ ആ വാക്കുകൾ പ്രകമ്പനം കൊള്ളിച്ചു. കാരണം തൊട്ടു മുൻപാണല്ലോ ഇയാളിൽ നിന്നും ആ കഥകൾ ഞാൻ അറിഞ്ഞത്. അതോടെ ബൂരയോട് നിന്റെ വായടയ്ക്കടാ എന്നെനിക്ക് ആജ്ഞാപിക്കേണ്ടി വന്നു. അയാളത് കേട്ടോ എന്നറിയില്ല. ഭയം കൊണ്ട് ബുദ്ധി മരവിച്ച ബൂരയിൽ നിന്നും അസ്പഷ്ട സ്വരങ്ങൾ വീണ്ടും ഉയർന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ നദിക്കരയിൽ നിന്നും ഒരു മ്ലാവിൻ്റെ മണിയൊച്ച മുഴങ്ങി. അതിന് കടുവയുടെ ഗന്ധം കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ കുറച്ചകലെ നിന്നും ഒരാനക്കൂട്ടത്തിൻ്റെ ഭയത്തോടെയും വെറുപ്പോടെയുമുള്ള ശബ്ദമുയർന്നു. കടുവ ഒരു നിശ്ചിത അകലത്തിൽ ഞങ്ങൾക്ക് ചുറ്റും വട്ടമിട്ട് നടക്കുകയാണ്. അതിന് മനസ്സിലായി ഏതാനും വാരയകലത്തിലും മനുഷ്യനുണ്ടെന്ന്. എന്നാൽ തീയുടെ വെളിച്ചം മൂലമാണത് അടുത്തേക്ക് വരാത്തത്. പെട്ടെന്ന് അകലെ നിന്നും മ്ലാവിൻ്റെ നിലവിളി വീണ്ടും ഉയർന്നു. അതതിൻ്റെ അവസാനത്തെ നിലവിളിയായിരുന്നു. അതെ, കടുവ അതിനെ പിടിച്ചിരിക്കുന്നു. മ്ലാവിൻ്റെ മരണവിളി ഒടുങ്ങിയിട്ടും അവിടമാകെ പഴയ നിശബ്ദത തുടർന്നു. ആനക്കൂട്ടം കാലുകൾ അടുപ്പിച്ച് വൃത്താകൃതിയിൽ നിന്നിട്ട് കുട്ടികളെ ആ വൃത്തത്തിനുള്ളിലാക്കി കൊലയാളിയെ നേരിടുവാൻ തയ്യാറായി നിശബ്ദരായി നിൽക്കുകയാവാം. ഞരമ്പുകളെ തരിപ്പിക്കുന്ന ഭീതിയുടെ ആ അന്തരീക്ഷം അർദ്ധരാത്രി വരെ നീണ്ടുപോയി. പിന്നെ മാനത്ത് ചന്ദ്രൻ മുഖം കാട്ടി. വെള്ളി വെളിച്ചം വൃക്ഷത്തലപ്പുകളിലും അരുവിയിലും ഉരുകി വീണു. കടുവയുടെ ഒരു അനക്കവുമില്ല. ക്രമേണ ഞങ്ങൾ ശാന്തരായി. എന്നാൽ ബൂരയെ രാത്രി കാവലിനെ ഇരുത്തുന്നതിനോട് എനിക്കത്ര താല്പര്യമുണ്ടായില്ല. അതുകൊണ്ട് ആ രാത്രി മുഴുവനും വെള്ളത്തിന്റെ കളകളാരവം കേട്ട് ഞാൻ ഉറങ്ങാതിരുന്നു. ചന്ദ്രപ്രകാശം വൃക്ഷലതകളിൽ തട്ടി വീണത് കണ്ട് ഒരു വേള നേരം പുലർന്നോ എന്ന് തെറ്റിദ്ധരിച്ച ഒരു കാട്ടുകോഴി കൂവി. പെട്ടെന്ന് തന്നെ അബദ്ധം മനസ്സിലായി. ചമ്മി നാശമായിട്ട് അത് നിശബ്ദമായി. മറ്റൊരു ദിവസം ജനിക്കുകയാണ്. നല്ല ഉറക്കക്ഷീണമുണ്ട്. വളരെ മോശമായ ഒരു ദിവസം. പോയ രാത്രിയിൽ വളരെ വിചിത്രമായ ഇത്തരം ഒരു കഥ കേൾക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. യഥാർത്ഥത്തിൽ നരഭോജിയോട് എനിക്ക് അമർഷം തോന്നിയില്ല എന്നതാണ് സത്യം. എന്നാൽ എന്നോട് തന്നെയും ആ സന്യാസിയോടും എനിക്ക് ദേഷ്യമുണ്ടായി. എന്നോട് തോന്നുവാൻ കാരണം ബാലിശമായ ഈ കെട്ടുകഥ കേട്ട് പോയ രാത്രി ഞാൻ ഭയന്നതോർത്താണ്. ഒട്ടും താമസിയാതെ ആ കുടിലിലെത്തി ആ കള്ള സന്യാസിയെ നേരിൽ കാണണം. അല്പം ചായ തിളപ്പിച്ചു. ഒട്ടയ്ക്കാമുണ്ടിൽ വെച്ച് സുഹൃത്തായ സത്സൽ തന്ന കുറച്ച് ബിസ്ക്കറ്റ് കയ്യിലുണ്ടായിരുന്നത് കഴിച്ചു. പിന്നെ ബൂരയോട് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു. ഇത്തരം കെട്ടുകഥകളെ വിശ്വസിച്ച അയാൾ ഒരു തിരുമണ്ടനാണെന്ന് ഞാൻ തറപ്പിച്ചു പറഞ്ഞു. ഒട്ടും വൈകാതെ ആ സ്വാമിയുടെ വഞ്ചന പുറത്ത് കാണിക്കാമെന്ന ഉറപ്പ് നൽകി. എന്നാൽ ബൂരയാകട്ടെ വളരെ നിസാരമായി അതിന് പറഞ്ഞ മറുപടി ഇതാണ്: എന്റെ ദൊരേ, ഈ നിമിഷം വരെയും ആ സ്വാമി കടുവയെ പിടിക്കുവാൻ കഴിവുള്ള ഒരാളെ ഈ ലോകത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആ ഒരേ ഒരാൾ അത് ഞാനായിരുന്നു. എന്നാൽ ഇന്നങ്ങ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ അതിന് കഴിവുള്ള രണ്ടാമതൊരാൾ കൂടി ഉണ്ടെന്ന് ബോധ്യമായി. ആ രണ്ടാമൻ ദൊരയാണ്. ഈ അഭിനന്ദനം കേട്ടപ്പോൾ എനിക്ക് കൂടുതൽ കലി കയറി. പുലർച്ചെ 7 മണിയോടെ ഫക്കീറിന്റെ പുല്ലുമേഞ്ഞ കുടിലിന്റെ വാതിൽക്കൽ ഞങ്ങളെത്തി. ബൂര സങ്കോചത്തോടെ എന്റെ പിന്നിൽ ഒളിച്ചു നിൽപ്പുണ്ട്. പിന്നെ ഞാൻ അരിശത്തോടെ ഒച്ച ഉയർത്തി വിളിച്ചു: വിശുദ്ധ കടുവേ, വാതിൽ തുറക്കടാ. രാത്രി മുഴുവനും അലഞ്ഞു തിരിഞ്ഞതുകൊണ്ടാണോ നീ എഴുന്നേൽക്കാത്തത്? എന്നാൽ എന്റെ വരവ് പ്രതീക്ഷിച്ചിരുന്നതുപോലെ സ്വാമി പെട്ടെന്ന് കതക് തുറന്ന് മുൻപിൽ വന്നു. കുങ്കുമവർണ്ണമുള്ള ഒരു നീളൻ അങ്കിയാണ് അയാളുടെ ദേഹത്ത് ആകെയുള്ള വസ്ത്രം. ശരീരത്തിലാകെയുള്ള ആഭരണമെന്ന് പറയാവുന്നത് ഒരു രുദ്രാക്ഷമാലയാണ്. കറുത്തു നീണ്ട താടി അയാളുടെ മുഖത്തിന് ഒരു പൈശാചിക പരിവേഷം നൽകി. അയാളുടെ മുഖം കണ്ടാലറിയാം ബുദ്ധിമാനും ദൃഢനിശ്ചയമുള്ളവനുമാണെന്ന്. എന്താണ് പ്രശ്നം സുഹൃത്തെ? സ്വാമി ശാന്തമായി ചോദിച്ചു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. വെള്ളക്കാരൻ ശിക്കാരി ഇന്ന് രാവിലെ തന്നെ ഇവിടെ വരുമെന്ന്. ഇപ്പോൾ നിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുന്ന കുറുക്കൻ എൻ്റെ കഥ ഇന്നലെ അരുവിക്കരയിലെ തീയുടെ അരികിലിരുന്ന് നിന്നോട് പറഞ്ഞപ്പോഴെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. 2 ആളെയും ഞാൻ വ്യക്തമായി കണ്ടു. നിങ്ങളിൽ ഒരാളെ പിടിച്ചു തിന്നുവാൻ എനിക്ക് തോന്നിയപ്പോഴാണ് ആ മ്ലാവിൻ്റെ കരച്ചിൽ കേട്ടത്. അതോടെ എൻ്റെ ശ്രദ്ധ അതിലേക്കായി. പിന്നെ ഞാനതിനെ പിടിച്ചു തിന്നു.
ഇത് കേട്ടതോടെ ഇടിമിന്നലേറ്റതുപോലെ ഞാൻ തരിച്ചു നിന്നു. ഇയാൾ പറയുന്നത് വെച്ച് നോക്കിയാൽ പോയ രാത്രിയിലെ നാടകീയമായ സംഭവത്തിൽ സ്വാമിയും ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്കിലും എവിടെയോ ഒരു കൗശലമുള്ളതായി എനിക്ക് തോന്നി. ഒരു മനുഷ്യനും മൃഗമാകുവാനോ തിരിച്ചു പഴയ രൂപത്തിലാകുവാനോ സാധിക്കില്ല. ഇതുപോലെയുള്ള അനവധി കഥകൾ ആദിവാസികളിൽ നിന്നും മുൻപ് കേട്ടിട്ടുണ്ട്. ചില ആഫ്രിക്കൻ കഥകളിലും ഇങ്ങനെ ചിലത് വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇതാ എൻ്റെ മുൻപിൽ അത് യാഥാർത്ഥ്യമായി വന്നു നിൽക്കുന്നു. ഒട്ടും വിട്ടുകൊടുക്കാതെ അഭിനയിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. കേൾക്കടാ കപട വേഷക്കാരാ, ചതിയ, പെരുന്നുണയ, വിശുദ്ധ കള്ള, നിന്റെ കഥയൊക്കെ ഇവിടെയുള്ള സാധുക്കളായ ഇരുളൻ്റെ അടുത്ത് ചെലവാകും. അവർ ചിലപ്പോൾ പേടിച്ചേക്കാം. എന്നാൽ എൻ്റെ അടുത്ത് ആ പണി നടക്കില്ല. ഇവിടെയുള്ള പാവങ്ങളെ പറ്റിച്ചല്ലേ നിന്റെ ജീവിതം. ഇന്നലെ കേട്ട കടുവ പോലും നിന്നെക്കാളും എത്രയോ മാന്യനാണ്. ഒരു നീചനല്ലാതെ മറ്റൊന്നുമല്ല നീ. സ്വാമി ഉച്ചത്തിൽ ചിരിച്ചിട്ട് പറഞ്ഞു. എന്തിനാണ് ഈ വേട്ടക്കാരൻ ഇത്ര അരിശപ്പെടുന്നത്? ചിലപ്പോൾ അയാൾക്ക് തന്നെ മനസ്സിലായി കാണും അയാൾ എന്തുമാത്രം നിസ്സഹായനാണെന്ന്. പെട്ടെന്ന് തന്നെ അയാളുടെ മുഖഭാവം മാറി. മുരളുന്ന ഒച്ചയിൽ സ്വാമി പറഞ്ഞു, എടാ വെള്ളക്കാരാ, നീ നിന്റെ പണി നോക്കിപ്പോക്കൂ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാൽ അതിന് വിലയായിട്ട് നിന്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വരും. ഞാനായിട്ട് പറഞ്ഞില്ലെന്ന് വേണ്ട. അതും കൂടി കേട്ടതോടെ നിയന്ത്രിക്കുവാനാകാത്ത കോപം എനിക്ക് വന്നു. ഒട്ടും അമാന്തിക്കാതെ ആ തെമ്മാടിയെ പിടിച്ച് തല്ലുവാനാണ് തോന്നിയത്. പിന്നെ ഞാൻ ഓർത്തു, ഈ നിമിഷം വരെയും അയാൾക്ക് ഗ്രാമീണരുടെ മനസ്സിൽ വലിയ സ്ഥാനമുണ്ട്. അങ്ങനെയുള്ള അയാളെ തല്ലിയാൽ അത് വലിയ പ്രശ്നമാകും. ഈ വിധ ചിന്തയോടെ ഞാൻ കൂട്ടിച്ചേർത്തു, എടാ നുണയാ, ഞാനിതിൽ ഇടപെടും. നീ കടുവയായിട്ട് മാറി എൻ്റെ തോക്കിൻ്റെ മുൻപിൽ വന്നു പെട്ടാൽ ഒന്നോർത്തോ, അന്ന് നീ ഒരു ചത്ത കടുവയായിരിക്കും. അതേ നാണയത്തിൽ തന്നെ സ്വാമി തിരിച്ചടിച്ചു, ഒരു ചത്ത വേട്ടക്കാരനാകാതെ ഇരിക്കുവാൻ നീയും ശ്രദ്ധിച്ചോടാ. പിന്നെ അയാൾ എൻ്റെ മുഖത്തിന് നേർക്ക് കുടിലിൻ്റെ വാതിൽ കൊട്ടിയടച്ചു. അരിശത്തോടെ അവിടെ നിന്നും തിരിഞ്ഞ് ഞാൻ കാൽ വലിച്ചു നടന്നു. കൂട്ടത്തിൽ നടന്ന ബൂരയാണത് ആദ്യം കണ്ടത്. സന്യാസിയുടെ കുടിലിൽ നിന്നും ഏകദേശം 1/2 ഫർലോങ് ദൂരത്തോളം ഒരു കടുവയുടെ കാലടയാളങ്ങൾ കിടക്കുന്നു. തലേന്ന് തമ്പടിച്ച കാട്ടുമാവിൻ്റെ കീഴിലേക്കാണ് ഞാൻ പോയത്. മെത്ത നിവർത്തി അതിന് കീഴിൽ കിടന്നു. ഏതാനും മണിക്കൂറുകൾ ഉറങ്ങിയേ തീരൂ. ഇടവിട്ടുറക്കം ഞെട്ടി ഞാൻ പലവട്ടം ഒരു സ്വപ്നം കണ്ടു, ഒരു കടുവയെ. പക്ഷെ അതിൻ്റെ മുഖം വാഴത്തോട്ടത്തിലെ സ്വാമിയുടെ ആയിരുന്നു. ഒടിയൻ കടുവയുടെ ക്ഷുദ്രവിദ്യകൾ വേട്ടക്കാരനെ വീഴ്ത്തുമോ, അതോ വേട്ടക്കാരൻ്റെ കൗശലം സ്വാമിയെ വീഴ്ത്തുമോ? ആരായിരുന്നു ആ ഒടിയൻ കടുവ? നിങ്ങളെ കോരിത്തരിപ്പിക്കുന്ന സംഭവങ്ങളുമായി കഥയുടെ 2ാം ഭാഗം ഉടൻ വരുന്നു. ഉച്ചതിരിഞ്ഞാണ് പിന്നെ ഉറക്കമേറ്റത്. ഊട്ടയ്ക്കാമുണ്ടിൽ നിന്നും വാങ്ങിയതിൽ അവശേഷിച്ച ഉണങ്ങിയ ചപ്പാത്തിയും ചായയും കഴിച്ചു. ഇതുവരെ നടന്ന വിചിത്രമായ എല്ലാ കാര്യങ്ങളുടെയും പിന്നിൽ സന്യാസിയാണെന്ന് എനിക്ക് അംഗീകരിച്ചു കൊടുക്കുവാനായില്ല. പക്ഷെ വളരെ ആകാംക്ഷ ഉണർത്തുന്ന സംഭവങ്ങളെയാണ് ഞാൻ അഭിമുഖീകരിച്ചതെന്ന സത്യം സമ്മതിക്കാതെയും തരമില്ല. ആ സ്വാമി തന്നെ നേരിട്ട് പറഞ്ഞു, താൻ ഇന്നലെ കടുവയുടെ രൂപത്തിൽ വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ എന്നെയും ബൂരയെയും കണ്ടുവെന്ന്. ഞങ്ങളിൽ ഒരാളെ കൊല്ലുവാൻ അയാൾ പദ്ധതി ഇട്ടപ്പോഴാണ് അയാളുടെ വഴിയിൽ മ്ലാവ് കുറുകെ വന്നതും പിന്നെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞതുമെന്ന്. സന്യാസി പറഞ്ഞതുപോലെ പോയ രാത്രിയിൽ കടുവയൊരു മ്ലാവിനെ കൊന്നത് സത്യമാണ്. അതിൻ്റെ മരണ നിലവിളി എൻ്റെ കാതുകൊണ്ട് ഞാൻ കേട്ടതുമാണ്. ഇതെല്ലാം ഈ ചെകുത്താൻ കിഴവൻ എങ്ങനെ അറിഞ്ഞു എന്നതാണ് ചോദ്യം. അയാൾക്കൊരിക്കലും കടുവയാകുവാൻ കഴിയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അയാൾക്കെന്നല്ല, ലോകത്തിൽ ആർക്കും അതിന് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ 3 കാരണമേയുള്ളൂ സന്യാസി പോയ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ. 1, ആരെങ്കിലും അയാളുടെ അടുക്കൽ രാത്രിയിൽ നടന്ന കാര്യങ്ങൾ പറഞ്ഞിരിക്കണം. 2, അയാൾ തന്നെ ഈ സംഭവങ്ങളെല്ലാം നേരിൽ കണ്ടു കാണണം. 3, മൂന്നാമത്തെ ആശയം മനസ്സിൽ വന്ന പാടെ ഞാനത് ഉപേക്ഷിച്ചു. ഒരു പക്ഷേ കടുവ അയാളോട് പോയിട്ട് ഇതെല്ലാം പറഞ്ഞിരിക്കാമെന്നായിരുന്നു അത്. ആ ആശയം വളരെ പരിഹാസ്യമായി എനിക്ക് തോന്നി. ആരും അയാളോട് ഈ കാര്യങ്ങൾ പറയുവാൻ ഒരു സാധ്യതയുമില്ല. പ്രത്യേകിച്ചും നരഭോജി കടുവയും കാട്ടാനകളും വിഹരിക്കുന്ന ഈ പ്രദേശത്ത് ആരും തന്നെ രാത്രിയിൽ സഞ്ചരിക്കില്ല. പിന്നെയുള്ളത് ബൂരയാണ്. അയാൾ എല്ലാത്തിനും ദൃക്സാക്ഷിയുമാണ്. പക്ഷേ ബൂര രാത്രി മുഴുവനും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ അവശേഷിക്കുന്നത് 1 മാത്രമാണ്. സന്യാസി തന്നെ കടുവ മ്ലാവിനെ പിടിക്കുന്നത് നേരിട്ട് കാണുകയോ കേൾക്കുകയോ ചെയ്തിരിക്കണം. അതിനാണ് കൂടുതൽ സാധ്യത. എങ്കിലും അയാളുടെ ധൈര്യത്തെ സമ്മതിച്ചേ മതിയാകൂ. നരഭോജി കടുവ ഊടാടിപ്പായുന്ന ആ രാവിൽ ഞങ്ങളെ നിരീക്ഷിക്കുവാൻ നിരായുധനായിട്ടാണ് അയാൾ വന്നത്.
ഞാൻ ഇവിടെ വന്ന ശേഷം നടന്ന വിചിത്രമായ അനുഭവങ്ങളെ കൂട്ടിക്കുഴയ്ക്കാതെ യുക്തിപരമായി ചിന്തിച്ചാൽ കാര്യങ്ങളെല്ലാം വ്യക്തമാകും. ഈ സന്യാസി ഒരു മികച്ച അവസരവാദിയാണ്, കൂടാതെ ബുദ്ധിമാനും അസാമാന്യ ധൈര്യശാലിയുമാണെന്ന് ഉറപ്പാണ്. വാഴത്തോട്ടം ഗ്രാമത്തിലേക്ക് വന്ന അയാൾ ആദ്യം തന്നെ ഇരുളരെക്കുറിച്ചും അവരുടെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും നല്ലവണ്ണം മനസ്സിലാക്കി. ഏതാണ്ട് അതേ കാലത്താണ് ആ കടുവ ദേശത്ത് പ്രത്യക്ഷമാകുന്നത്. അതേ തുടർന്ന് സംഭവിച്ച കാലിമോഷണം മുതലായ കാര്യങ്ങൾ കോർത്തിണക്കി കുശാഗ്ര ബുദ്ധിമാനായ അയാൾ ഒരു കഥ സൃഷ്ടിച്ചു. കാലികളെ പിടിക്കുന്ന കടുവയും താനും തമ്മിൽ സുഹൃത്തുക്കളാണെന്ന കഥ. ഇതുമൂലം ആ പ്രദേശവാസികൾക്ക് സന്യാസിയോടുള്ള ബഹുമാനം കൂടും. അതോടെ ശിഷ്ടകാലം മുഴുവനും അയാൾക്ക് സുഖമായി അവിടെ താമസിക്കുകയും ചെയ്യാം. വിധി വീണ്ടും ഫക്കീറിന് അനുകൂലമായി പ്രവർത്തിച്ചു. അതോടെ സ്വാമിക്ക് കടുവയുമായി തങ്ങൾ വിചാരിക്കുന്നതിലും അടുത്ത ബന്ധമുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന നിലയിലായി കാര്യങ്ങൾ. വാഴത്തോട്ടത്തിന്റെ ഉടമയായ കന്ത കടുവയ്ക്ക് നേർക്ക് വെടിവെച്ച ആ രാത്രിയിൽ സ്വാമി പുറത്തിറങ്ങി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കിയിരിക്കണം. തന്ത്രശാലിയായ സന്യാസി ഉടൻ തന്നെ കരുതിക്കൂട്ടി കയ്യിൽ സ്വയം ഒരു മുറിവുണ്ടാക്കി. എന്നിട്ട് കുടിലിന്റെ പരിസരത്ത് രക്തം വീഴിച്ച് കാണണം. പിന്നീട് അയാൾ തന്നെയാണ് ആ കടുവയെന്ന് സന്യാസി വരുത്തി തീർത്തു. താൻ ആഗ്രഹിക്കുമ്പോൾ കടുവയുടെ രൂപമെടുക്കുവാനും പിന്നീട് തിരികെ മനുഷ്യനായി മാറുവാനും കഴിയുമെന്ന കഥയ്ക്ക് അയാൾ തന്നെ തിരികൊളുത്തി. അതോടെ സന്യാസിയോടുള്ള ഗ്രാമീണരുടെ ബഹുമാനം ഭയം കലർന്നതായി. ഇതും കഴിഞ്ഞാണ് കടുവ നരഭോജിയായി മാറിയത്. അതോടെ സൂത്രശാലിയായ സന്യാസി ഇരുളരെ സമാധാനത്തിൽ ജീവിക്കുവാൻ അനുവദിക്കണമെങ്കിൽ തനിക്ക് മാസപ്പടിയും മറ്റു വസ്തുക്കളും തരണമെന്ന നിബന്ധന മുൻപോട്ട് വെച്ചു. കടുവ കൂടുതൽ നരവേട്ട നടത്തും തോറും തൻ്റെ മാസപ്പടി അയാൾ വർദ്ധിപ്പിക്കും. അങ്ങനെ സാമ്പത്തികമായി നേട്ടം കൊയ്യുവാനും ശോഭനമായൊരു ജീവിതത്തിനും വാഴത്തോട്ടം അയാൾക്ക് പറ്റിയ ഒരിടമായി മാറി. ഇവിടെ വന്നതു മുതൽ കേട്ട കാര്യങ്ങളും സംഭവങ്ങളും കൂട്ടി വായിച്ചാൽ ഇത് മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നരഭോജി രംഗത്ത് വന്നതു മുതൽ അയാളുടെ ഭാഗ്യം തെളിഞ്ഞുവെന്ന് പറയാം. ഒരുപക്ഷെ നരഭോജിയെ എനിക്ക് കൊല്ലുവാൻ കഴിഞ്ഞാൽ സന്യാസി ജീവനോടെ അവശേഷിക്കും. അതോടെ സ്വാമി ഒടിയനല്ല എന്ന് തെളിയും. അങ്ങനെ സംഭവിച്ചാൽ ജനങ്ങൾക്ക് അയാളുടെ നേർക്കുള്ള ബഹുമാനവും ഭയവും പോകും. അതോടെ ഗ്രാമീണർ സ്വാമിക്ക് കാശും ആഹാരവും കൊടുക്കുന്ന ഏർപ്പാട് പൂർണ്ണമായും നിർത്തും. തോട്ടം ഉടമ കന്ത ധൈര്യസമേതം കുടിലിൽ നിന്നും അയാളെ ആട്ടിപ്പായിക്കുകയും ചെയ്യും. ഇത് അയാളുടെ കീശയെയും മയറിനെയും ഒരുപോലെ ബാധിക്കുന്ന വിഷയമാണ്. രാവിലെ സന്യാസിയുമായി നടത്തിയ വെല്ലുവിളിയിൽ നിന്നും അങ്ങനെ പെട്ടെന്ന് ഭയപ്പെട്ട് പിന്മാറുന്ന തരക്കാരനല്ല ഞാനെന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് കടുവയെ കൊല്ലുവാനുള്ള എൻ്റെ നീക്കത്തെ സന്യാസി ഏതു വിധേനയും തടയുമെന്ന് എനിക്കുറപ്പാണ്. മാത്രവുമല്ല, എനിക്കെതിരെ അയാൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ആ ജില്ലയിലെ തന്നെ ജനങ്ങൾ സ്വാമിയുടെ മാന്ത്രിക ശക്തിയിൽ അന്ധമായി വിശ്വസിച്ചിരിക്കുകയാണ്. ആർക്കാണ് സ്വയം ഒരു നരഭോജിയാകുവാൻ കഴിയുക? ഉറപ്പായും സന്യാസിയുടെ മാന്ത്രിക ശക്തി വെള്ളക്കാരൻ ശിക്കാരിയെ തുടച്ചു നീക്കുമെന്നവർ വിശ്വസിച്ചു. ഇതോടെ എനിക്ക് ഒരു കാര്യം വ്യക്തമായി. കൊടും പകയുള്ള രണ്ട് ശത്രുക്കളെയാണ് ഞാൻ നേരിടേണ്ടത്. ഒന്നൊരു നരഭോജിയാണെങ്കിൽ മറ്റേത് എന്തും ചെയ്യുവാൻ മടിക്കാത്ത നരനാണ്. ഈ രണ്ടിലും വെച്ച് നോക്കിയാൽ മനുഷ്യനാണ് കൂടുതൽ അപകടകാരി. കാരണം അയാൾക്ക് യുക്തിപരമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും അതുവഴി എൻ്റെ നീക്കങ്ങളെ തടയുവാനും കഴിയും. ഇരുളന്മാർ ബുദ്ധിശൂന്യരായി സന്യാസിയെ സഹായിക്കും. അതെ, അവരെൻ്റെ നീക്കങ്ങൾ അയാൾക്ക് സമയാസമയം എത്തിച്ചു കൊടുക്കും. ഇത് മനസ്സിലായതുകൊണ്ട് കടുവയെ പിടിക്കുവാനുള്ള എൻ്റെ നീക്കങ്ങൾ പരമാവധി രഹസ്യമായി വയ്ക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ഇരുളനെയും ഞാൻ വിശ്വാസത്തിലെടുത്തില്ല, എൻ്റെ മിത്രമായ ബൂരയെപ്പോലും. അവൻ എന്നോട് വിശ്വസ്തനാണ്, എങ്കിലും സ്വാമിയോട് അതിരറ്റ ഭയമുള്ളവനുമാണ്. അതുമല്ല, നിയന്ത്രണമില്ലാത്ത ഒരു നാവിൻ്റെ ഉടമയുമാണ് ബൂര. അതുകൊണ്ട് തന്നെ എൻ്റെ പദ്ധതികൾ അവൻ അവൻ്റെ കൂട്ടുകാരോട് ഗമയ്ക്ക് പറയുകയും അതുവഴി സന്യാസി എൻ്റെ നീക്കങ്ങൾ മുൻകൂട്ടി സമയാസമയം അറിയുകയും ചെയ്യും. ഏതാനും നേരത്തെ ആലോചനയ്ക്ക് ശേഷം കടുവയെ പിടിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. ബൂരയെയും കൂട്ടി അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ഞാൻ പോയി. അവിടെ നിന്നും ഏതാനും കാളക്കുട്ടന്മാരെ വാങ്ങി ഇരയായി വനത്തിൽ രാത്രി കെട്ടിയിടുവാനായിരുന്നു ആദ്യത്തെ പ്ലാൻ. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് അയാൾ എത്രയോ വലിയ വഞ്ചകനാണെന്ന് എനിക്ക് ബോധ്യമായത്. എൻ്റെ നീക്കങ്ങൾ സന്യാസി മുൻകൂട്ടി ഊഹിച്ചിരുന്നു. അതോടെ തൻ്റെ അത്ഭുത ശക്തികളുടെ കാര്യം പറഞ്ഞ് സന്യാസി ഗ്രാമീണരെ എനിക്കെതിരെ തിരിച്ചിരിക്കുന്നു. എൻ്റെ ആവശ്യം കേട്ടതും ഒരു ഇടയൻ മുഖത്തടിച്ചതുപോലെ ഒരു മൃഗത്തെയും തരില്ല എന്ന് തീർത്തു പറഞ്ഞു. എനിക്കാകാവുന്നതുപോലെ നരഭോജിയെ പിടിക്കുവാനാണ് ഞാൻ വന്നതെന്നും അത് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നുമെല്ലാം പറഞ്ഞു. ഞാനത് പറഞ്ഞപ്പോൾ വ്യക്തമായി നേരിട്ട ഒരു ഉത്തരം അവരെനിക്ക് നൽകിയില്ല. പക്ഷേ അവർ അവ്യക്തമായി പരസ്പരം കുശുകുശുക്കുന്നത് ഞാൻ കേട്ടു. അതിങ്ങനെയായിരുന്നു: കടുവയായി മാറുവാൻ കഴിവുള്ള വ്യക്തിയെ കൊല്ലുവാൻ ആരെങ്കിലും ശ്രമിക്കുകയോ അങ്ങനെ ശ്രമിക്കുന്നവരെ സഹായിക്കുകയോ ചെയ്താൽ അവരുടെ നേർക്കും അവരുടെ മൃഗങ്ങളുടെ നേർക്കും ഒടിയൻ്റെ പ്രതികാരമുണ്ടാകും. ഇത് കേട്ടതോടെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. ഞങ്ങൾ ഇറങ്ങി ആ പ്രദേശത്ത് തന്നെയുള്ള 3-ലധികം ഇടയന്മാരുടെ അടുക്കൽ ഇതേ ആവശ്യവുമായി എത്തി. എന്നാൽ അവരെല്ലാം മുൻപ് ഞാൻ കേട്ട കാരണവും പറഞ്ഞ് ഞങ്ങളുടെ ആവശ്യത്തെ നിരസിക്കുകയാണ് ചെയ്തത്.
അവരിൽ ആരും ഒരു തരത്തിലും സഹായിക്കുവാനുള്ള മനസ്സ് കാട്ടിയില്ല. അവസാനം കണ്ട നരച്ച താടിയുള്ള ഇടയൻ എന്നെ കണ്ട് അരിശത്തോടെ തിരിഞ്ഞ് അയാളുടെ കുടിലിലേക്ക് കയറി. പിന്നെ സഹ ഇടയനെ അകത്തേക്ക് വിളിച്ചു. അവർ തമ്മിൽ നടന്ന കുറച്ചു നേരത്തെ സംഭാഷണത്തിന് ശേഷം അയാൾ പുറത്തിറങ്ങി വന്ന് എന്നോട് പറഞ്ഞു, ദൊരൈ, നിങ്ങൾക്ക് കെണി വയ്ക്കുവാൻ മൃഗത്തെ വേണമെങ്കിൽ ഇവിടെ നിന്നും 5 മൈൽ ദൂരെയുള്ള മസിനിഗുഡി ഗ്രാമത്തിൽ പോയാൽ മതി. അവിടെ കിട്ടും. ഇവിടെയുള്ള ആരും നിങ്ങൾക്ക് ഒറ്റ മൃഗത്തെ തരില്ല, ഞങ്ങളും തരില്ല. അയാളുടെ സ്വരത്തിൽ നിന്നും സ്ഥിതിഗതികളുടെ കിടപ്പ് മനസ്സിലായി. ഇനി ഇന്നേ ദിവസം മസിനിഗുഡിയിൽ പോയി മൃഗത്തെയും വാങ്ങി മടങ്ങി വരവ് നടക്കില്ല. കാരണം അപ്പോഴേക്കും രാത്രിയാകും. ചുരുക്കത്തിൽ മറ്റൊരു രാത്രി കൂടി ഒരു മൃഗത്തെയും കെണിയായി വയ്ക്കുവാൻ കഴിയാതെ നിഷ്ക്രിയനായി കഴിച്ചു കൂട്ടേണ്ടി വരുമെന്ന് സാരം. ഈ കടുവാ വേട്ടയ്ക്ക് ഞാൻ പുറപ്പെട്ട സമയവും വളരെ മോശമായ ഒന്നാണ്. കാരണം ഈ കാലങ്ങളിൽ ചന്ദ്രൻ ഉദിക്കുന്നത് അർദ്ധരാത്രിയും കഴിഞ്ഞ് വെളുപ്പിന് മുൻപുള്ള മണിക്കൂറുകളിലാണ്. ഞങ്ങൾ വീണ്ടും പഴയ കാട്ടുമാവിൻ ചൂട്ടിലേക്ക് പുറപ്പെട്ടു. ഇത്തവണ ബൂരയ്ക്കൊപ്പം ഞാനും ചേർന്ന് നേരം പുലരും വരെ കത്തിക്കുവാൻ ആവശ്യമായ വിറക് ശേഖരിച്ചു. രാത്രിയുടെ ആരംഭത്തിൽ തന്നെ ആഴികൂട്ടി തീജ്വാലകൾ നിർമ്മിച്ച പ്രകാശം ചുറ്റുപാടുകളെ കൂടുതൽ ഭീകരമാക്കി കാണിച്ചു. ഒരു വേള കടുവ ഇപ്പോൾ തന്നെ ചുറ്റുവട്ടത്ത് കാണുവാൻ സാധ്യതയുണ്ട്. അരുവിയുടെ തീരത്ത് അതിരിട്ട് നിൽക്കുന്ന മാനം മുട്ടെ ഉയർന്നു കാണുന്ന മുളകളും കാട്ടുമാവും കാട്ടുപുളിയും മുത്തിമരവും വീഴ്ത്തുന്ന ഇളകുന്ന നിഴലുകൾക്ക് കീഴെ അത് ചിലപ്പോൾ ആക്രമിക്കാവുന്ന ദൂരപരിധിയിൽ പമ്മി നിൽക്കുകയാവും. നരഭോജി മെല്ലെ മുൻപോട്ട് വന്നാൽ പോലും ഞങ്ങൾക്കത് അറിയുവാൻ കഴിയില്ല. അല്പനേരത്തിനുള്ളിൽ വനമാകെ ശബ്ദമുഖരിതമാകുവാൻ തുടങ്ങി. ഇരുളിന്റെ മറവിൽ ഇരുന്ന് ഒരു കാട്ടുകോഴി കലപിലയിട്ടു. അരുവിയുടെ അപ്പുറത്തു നിന്നുമാണത് കേട്ടത്. പിന്നെ വനത്തിന്റെ എല്ലാ ദിശയിൽ നിന്നും അവയുടെ സംഗീതം ഉയർന്നു. അത് കേട്ടപ്പോൾ വനത്തിൽ വഴി തെറ്റിപ്പോയ ഒരു കൂട്ടം സ്കൂൾ കുട്ടികൾ ഉയർത്തുന്ന ഒച്ച പോലെ തോന്നി. പിന്നെ ആ ശബ്ദങ്ങളെ ഒട്ടം നടക്കിയത് അകലെ നിന്നും ഒരു ക്രൗഞ്ചപ്പക്ഷി ഉയർത്തിയ സ്വരമാണ്. ഏകദേശം ഒരു ഇടയൻ അന്തിക്ക് കാലികളെ ഒരുമിച്ച് കൂട്ടുവാൻ വിളിക്കുന്ന വിളിയോടതിന് സാമ്യം തോന്നി. ഈ സ്വരങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിച്ച് നരഭോജിയുടെ ആഗമനവും പ്രതീക്ഷിച്ച് ഞാനിരുന്നു. 8 മണിയോടെ പൊടുന്നനെ വനദേശമാകെ നിശബ്ദമായി. ഒരു ചീവീട് പോലും ചിലയ്ക്കുന്നില്ല. ഞാനും ബൂരയും ഒഴികെ ഈ കാടിനുള്ളിൽ ജീവനുള്ള ഒന്നുമില്ലെന്ന് തോന്നുന്നത്ര നിശബ്ദത. വനത്തിനുള്ളിൽ വെച്ച് മുൻകാലങ്ങളിൽ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരു നിശബ്ദത ആദ്യമായിട്ടാണ് അറിയുന്നത്. പിന്നെ പെട്ടെന്ന് അരുവിയുടെ തെക്കു ഭാഗത്ത് എവിടെ നിന്നോ ഒരു കടുവ ഇരുളിൽ നിന്നും 3 വട്ടം ഗർജിച്ചത് കേട്ടു. വീണ്ടും ഭയാനകമായ നിശബ്ദത അവിടമാകെ ചൂഴ്ന്നു കിടന്നു. കഷ്ടിച്ച ഒരു നിമിഷമായിട്ടുണ്ടാകും. പടിഞ്ഞാറൻ ദിശയിൽ ഊട്ടയ്ക്കാമുണ്ടിൽ നിന്നും മസിനിഗുഡിയിലേക്ക് പോകുന്ന റോഡിന്റെ വശത്തു നിന്നും മറ്റൊരു വിളി ഞങ്ങൾ കേട്ടു. അല്പം താഴ്ന്ന സ്വരത്തിൽ, എങ്കിലും അത് വളരെ വ്യക്തമാണ്. ഒരു കടുവയുടെ വിളി. എന്റെ സമീപത്തിരിക്കുന്ന ബൂര അക്ഷരാർത്ഥത്തിൽ ഭയം മൂലം തുള്ളി വിറയ്ക്കുകയാണ്. എന്റെ പിന്നിൽ നിന്നും അയാളുടെ വിറയാർന്ന അസ്പഷ്ട സ്വരങ്ങൾ ഉയർന്നു. പൊടുന്നനെ ഞാൻ ചാടി എഴുന്നേറ്റ് റൈഫിളും ടോർച്ചും എടുത്ത് രണ്ടാമത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. സത്യത്തിൽ ഇതോടെ അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചുള്ള എൻ്റെ ഭയം പൂർണ്ണമായും വിട്ടുമാറി. പകരം സാമാന്യ ബുദ്ധി അവിടെ പ്രവർത്തിച്ചു. സന്യാസി എന്നെ ഭയപ്പെടുത്തി ഓടിക്കുവാനുള്ള തന്ത്രമാണ് മെനയുന്നത് എന്നെനിക്ക് മനസ്സിലായി. കടുവ ആദ്യം അലറിയത് അരുവിയുടെ തെക്ക് വശത്ത് എവിടെയോ നിന്നുമാണ്. ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ അതിന് വട്ടം ചുറ്റി മുകൾ ഭാഗത്ത് എത്തുവാൻ കഴിയില്ല. അതെ, സ്വാമി എന്നെ ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. അയാളാണ് മുകളിൽ നിന്നും കടുവയുടെ സ്വരമിട്ടത്. കയ്യും കളവുമായി ഇന്ന് ഞാൻ അവനെ പിടിക്കും. ടോർച്ചിന്റെ ഇളകുന്ന വെട്ടം കാണിക്കുന്ന വീതി കുറഞ്ഞ വഴിയിലൂടെ ഞാൻ വേഗത്തിലോടി. ഈ നടപ്പാത റോഡിലാണ് അവസാനിക്കുന്നത്. റോഡിലെത്തിയിട്ട് പെട്ടെന്ന് ഇടത്തോട്ട് തിരിഞ്ഞു. അവിടെ അധികം അകലത്തിലല്ലാതെ വാഴത്തോട്ടവും സ്വാമിയുടെ കുടിലും കാണാം. അവന് മുൻപായി കുടിലിൽ ഓടിയെത്തി കള്ളി പൊളിക്കുവാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ സ്വാമിക്ക് എന്നെക്കാളും വേഗതയുണ്ടായിരുന്നു. നിറഞ്ഞ അന്ധകാരത്തിൽ ഞാൻ കുടിലിന്റെ വാതിലിനെ സമീപിച്ച് ആഞ്ഞു തള്ളി. അത് അകത്തു നിന്നും ബന്ധിച്ചിട്ടുണ്ട്. അരിശം കയറി കൈവലിച്ച് ഏതാനും തവണ അതിന്റെ പ്രതലത്തിൽ ഞാൻ അടിച്ചു. അല്പനേരത്തെ അസഹ്യമായ ഇടവേളയ്ക്കൊടുവിൽ കുടിലിനുള്ളിൽ ഒരു വിളക്ക് തെളിഞ്ഞത് മുളമറയുടെ വിടവുകൾക്കിടയിലൂടെ കണ്ടു. പിന്നെ അത് അടുത്തു വന്നു. വാതിൽ ഒരൽപ്പം തുറന്നു. ഇപ്പോൾ എൻ്റെ മുൻപിൽ ഒടിയൻ സ്വാമി പൂർണ്ണ നഗ്നനായി രുദ്രാക്ഷമാലയം ധരിച്ചു നിൽക്കുന്നു. ഞാൻ അയാളുടെ മുഖത്തേക്ക് നേരിട്ട് ടോർച്ചടിച്ചു. അക്ഷോഭ്യനായി നിന്നുകൊണ്ട് പ്രകാശത്തെ അവഗണിക്കുവാൻ അയാൾ കണ്ണുകൾ അടച്ചു. പക്ഷേ സ്വാമിയുടെ ചുണ്ടുകളിൽ ഒരു പരിഹാസം കെട്ടിക്കിടപ്പുണ്ട്. മുരളുന്ന ഒച്ചയിൽ അയാൾ പറഞ്ഞു, നല്ലത്. വെള്ളക്കാരൻ ശിക്കാരി ഈ പ്രായത്തിലും നന്നായി ഓടുന്നുണ്ടല്ലോ. പക്ഷെ അതുകൊണ്ടൊരു കടുവയുടെ ആത്മാവിനെ കീഴടക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അരിശം പരമാവധി കടിച്ചടക്കി ഞാൻ പറഞ്ഞു, ഒരു കിഴവന് കഴിയുന്നതിലും വേഗത്തിൽ നീയും ഓടുന്നുണ്ട്. പക്ഷേ ഒന്നോർത്തോ കൗശലക്കാരാ, ഒരു ദിവസം നരഭോജി എന്നേക്കുമായി നിന്റെ ഈ ഓട്ടം നിർത്തും. അത് നിന്നെ തിന്നും. പിന്നെ അയാൾ എന്തെങ്കിലും പറയും മുൻപേ ഞാൻ വെട്ടിത്തിരിഞ്ഞ് കാട്ടുമാവിൻ ചൂട് ലക്ഷ്യമാക്കി നടന്നു.
ഒന്നും പറയാതെ ക്യാമ്പ് ഫയറിനരികിൽ നിന്നും അയാളെ ഒറ്റയ്ക്കാക്കി ഞാൻ ഇറങ്ങി ഓടിയതോർത്ത് എൻ്റെ സ്നേഹിതൻ ബൂര അന്താളിച്ചിരിക്കുകയാവും. ഈ മടക്കയാത്രയിൽ നരഭോജിയെക്കുറിച്ചുള്ള ഒരു ചിന്തയും എന്നെ അലട്ടിയില്ല. തന്ത്രശാലിയായ സന്യാസി എന്തെങ്കിലും മിഥ്യ എനിക്കെതിരെ ഒപ്പിക്കുമോ എന്ന ഭയമല്ലാതെ. കാര്യമായ സംഭവവികാസം ഏതുമില്ലാതെ നിദ്രാവിഹീനമായ ഒരു രാത്രി കൂടി കടന്നുപോയി. നേരം പുലർന്നപ്പോൾ കടുവയ്ക്ക് കെണിയൊരുക്കുവാനുള്ള മൃഗങ്ങളെ വാങ്ങുവാൻ മസിനികുടിയിലേക്ക് ഞങ്ങൾ പുറപ്പെട്ടു. വിലപേശലിനൊടുവിൽ 2 വലിയ കാളകളെയും ഇടത്തരത്തിൽപ്പെട്ട ഒന്നിനെയും ആദായ വിലയ്ക്ക് വാങ്ങുവാനായി. ഒട്ടും സമയം കളയാതെ മസിനികുടിയിൽ നിന്നും ക്യാമ്പ് സൈറ്റിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും സമയം 1 മണിയായി. ഞാൻ ആകെ ക്ഷീണിച്ചു. പോയ 2 രാത്രികളാണ് ഒരുപോലെ കണ്ണടയ്ക്കാതെ കഴിച്ചു കൂട്ടിയത്. ഈ നിലയിൽ ഒരു രാത്രി കൂടി ഇരിക്കുവാൻ കഴിയില്ല. മാവിൻ ചുവട്ടിൽ കാളകളെ കെട്ടിയിട്ട ശേഷം അവിടെ കിടന്നുറങ്ങി. 4 മണിക്കാണ് പിന്നെ എഴുന്നേറ്റത്. സൂര്യൻ മറയുവാൻ ഏറിയാൽ 2-3 മണിക്കൂറുകൾ കാണും. അതിനു മുൻപായി നരഭോജിയെ സന്ധിക്കുവാൻ ചില ഒരുക്കങ്ങൾ നടത്തണം. ഇനി നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥല വർണ്ണന വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം വരുവാൻ പോകുന്ന സംഭവ വികാസങ്ങൾ മനസ്സിലാക്കുവാൻ അത് കൂടുതൽ സഹായിക്കും. നീലഗിരി മലനിരകളുടെ പ്രധാന ഭാഗങ്ങൾ ഇവിടെ നിന്നും തെക്ക് വശത്താണുള്ളത്. പടിഞ്ഞാറ് ഭാഗത്ത് ഉയരം കുറഞ്ഞ മലകളാണ്. എങ്കിലും ഇവയുടെ മുകൾ ഭാഗം കാഴ്ചയിൽ സമാന്തരമാണ്. ഊട്ടയ്ക്കാമുണ്ടിൽ നിന്നും മസിനികുടിയിലേക്ക് തെക്ക് നിന്നും വടക്കോട്ട് പോകുന്ന ഒരു റോഡുണ്ട്. പിന്നെ അധികം ഉയരമില്ലാത്ത പൊന്തകളുള്ള വരണ്ട വനമുള്ള പ്രദേശം കടന്നു വരുന്നു. ഇവിടെ നിന്നും വളഞ്ഞു പൊളഞ്ഞ ഒരു ഒറ്റയടി പാത നീലഗിരിയുടെ മൂർധാവിലേക്ക് പോകുന്നുണ്ട്. അത് പിന്നീട് മോയാർ നദിയുടെ തീരത്ത് അവസാനിക്കും. മോയാർ നദി വടക്കു നിന്നും തെക്കോട്ട് ഇരുണ്ട വനത്തിലൂടെ വീണ്ടും ഒരു 10 മൈൽ ദൂരം ഒഴുകുന്നു. വാളൈത്തോതു പ്ലാന്റേഷൻ നീലഗിരിയുടെ പ്രധാന ഭാഗത്തിന്റെ അടിവാരത്തിൽ മോയാർ നദിയോട് ചേർന്നാണുള്ളത്. ഞാൻ പറഞ്ഞ നരഭോജി മുൻപ് ജീവിച്ചിരുന്നത് ഈ ഭാഗങ്ങളിൽ എവിടെയോ ആണ്. പോയ 2 രാത്രികളിലും അതിന്റെ അലർച്ച കേട്ടതും ആ ദിക്കിൽ നിന്നുമായിരുന്നു. ഈ പ്രദേശത്തിന്റെ സവിശേഷത കണക്കിലെടുത്ത് ഇരകളെ ഒരു പ്രത്യേക അകലത്തിൽ കെട്ടിയിടുവാനാണ് തീരുമാനിച്ചത്. ഒന്നിനെ വാഴത്തോട്ടത്തിന്റെ അരികിലുള്ള റോഡിലും 2ാമത്തെ കാളയെ നദിയുടെ തീരത്തെ കിഴക്ക് ഭാഗത്തേക്ക് പോകുന്ന റോഡരികിലും ഇതിനു സമാന്തരമായി 3ാമത്തെ കാളയെ പടിഞ്ഞാറൻ മലയുടെ അടിവശത്തും കെട്ടണം. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നരഭോജി ഏതു ദിശയിൽ നിന്ന് വന്നാലും ഇരകളിൽ ഒന്നിന്റെ സമീപം എത്തും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഒരു കാളയെ കെട്ടിയിടുവാനുള്ള സമയം മാത്രമാണ് ഇനിയുള്ളൂ. അപ്പോഴേക്കും രാത്രിയാകും. മാത്രവുമല്ല സൂര്യാസ്തമയത്തിന് മുൻപ് ഒരു മച്ചാനം നിർമ്മിക്കേണ്ടതുണ്ട്. സമയം കളയാതെ ഒരു കാളയെ തിരഞ്ഞെടുത്ത് എവിടെയെങ്കിലും കെട്ടിയ ശേഷം അതിനോട് ചേർന്നുള്ള മരത്തിലൊരു മച്ചാൻ നിർമ്മിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. മിച്ചമുള്ള 2 മൃഗങ്ങളെ ബൂരയോട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടുവാൻ ആവശ്യപ്പെട്ടു. അടുത്ത ദിവസത്തെ വേട്ടയ്ക്ക് അതിനെ പ്രയോജനപ്പെടുത്താം. ഇനിയാണ് അടുത്ത ചോദ്യം. കടുവ വരുവാൻ ഏറ്റവും സാധ്യതയുള്ള വഴി ഏതാണ്? പോയ 2 രാത്രിയിലും അത് ഗർജിച്ചത് നദിയുടെ ഭാഗത്തു നിന്നാണ്. ഒരു വേട്ടക്കാരൻ എന്ന നിലയിലുള്ള എൻ്റെ അനുഭവജ്ഞാനം വെച്ച് നോക്കിയാൽ ഒരു നരഭോജി അടുപ്പിച്ച് 3 രാത്രികളിലും ഒരു വഴിയിലൂടെ സഞ്ചരിക്കില്ല. അതുകൊണ്ട് ഇന്നത് വരുവാനുള്ള സാധ്യത ഒന്നുകിൽ സ്വാമിയുടെ കുടിലിനോട് ചേർന്നുള്ള റോഡ് വഴിയോ അല്ലെങ്കിൽ പടിഞ്ഞാറുള്ള മലയുടെ ഭാഗത്തു നിന്നോ ആകാം. അതോടൊപ്പം ഞാൻ മറ്റൊന്നുകൂടി ഓർത്തു. പോയ പ്രഭാതത്തിൽ സന്യാസിയുടെ കുടിലിൽ നിന്നും 1/2 ഫർലോങ് ദൂരത്തിൽ കടുവയുടെ കാലടയാളങ്ങൾ ഞാനും ബൂരയും കണ്ടതാണ്. അതുകൊണ്ടത് ആ വഴി വരുവാനുള്ള സാധ്യതയും കുറവാണ്. എല്ലാ സാധ്യതയും നോക്കിയപ്പോൾ ഇന്ന് രാത്രി അത് വരുന്നത് മിക്കവാറും പടിഞ്ഞാറൻ മലയിൽ നിന്നുമാകാം. ചിലപ്പോൾ സന്യാസിയുടെ കുടിൽ നിൽക്കുന്ന റോഡിലൂടെ വരുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല. എല്ലാം ഒരു ഭാഗ്യ പരീക്ഷണമാണ്. അതുകൊണ്ട് സാധ്യത കൂടുതലുള്ള പടിഞ്ഞാറൻ ദിശയിൽ കാളയെ കെട്ടിയിടുവാൻ ഞാൻ തീരുമാനിച്ചു. മൃഗങ്ങളെയും കെട്ടിവലിച്ച് ഞാൻ ബൂരയുടെ കുടിലിലെത്തി. വാഴത്തോട്ടത്തിൽ നിന്നും 2 ഫർലോങ് മാറി മണ്ണുകൊണ്ട് നിർമ്മിച്ച 1/2 ഡസൻ വീടുകളുള്ള ചെറിയൊരു ഗ്രാമമാണത്. അവിടെ 2 വലിയ കാളകളെ നിർത്തിയിട്ട് വലിപ്പക്കുറവുള്ള തവിട്ടു നിറമുള്ള കാളയെ ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ അവിടെ നിന്നും 1 മൈലിൽ താഴെ ദൂരം വരുന്ന നിശ്ചയിച്ച മലയടിവാരത്തിലേക്ക് പുറപ്പെട്ടു. മലയടിവാരത്തിൽ ആറിന്റെ തീരത്ത് ഞങ്ങളെത്തി. ഈ സമയത്ത് ആറ്റിൽ വെള്ളം തീരെ കുറവാണ്. 10 അടിയിൽ കൂടുതൽ ആഴമുള്ള ഒരു സ്ഥലവുമില്ല. അവിടെയുള്ള മൃദുവായ മണലിൽ ഒരു ഏകാഗി കടുവയുടെ വിവിധ ദിശയിലേക്ക് പോയിട്ടുള്ള നിരവധി കാലടയാളങ്ങൾ ഞങ്ങൾ കണ്ടു. എല്ലാം തന്നെ 4-5 ദിവസത്തിലധികം പഴക്കമുള്ളതാണ്. അത് സൂചിപ്പിക്കുന്നത് കടുവയ്ക്ക് ഈ വഴി വളരെ പ്രിയപ്പെട്ടതാണെന്നാണ്. അത് നരവേട്ടയ്ക്കും മറ്റു മൃഗങ്ങളെ പിടിക്കുവാനും അടിക്കടി തിരഞ്ഞെടുക്കുന്ന വഴിയുമാകാമിത്. എന്തായാലും കെണി വയ്ക്കുവാൻ ഇവിടം തന്നെ തിരഞ്ഞെടുത്തത് ഉചിതമായ ഒരു തീരുമാനമായി. അവിടെ നദിയുടെ കരയിൽ നിന്നും അല്പം മാറി ഒരു ഓക്കുമരമുണ്ട്. കൂട്ടമായുള്ള വലിയ ഇലകളും പരന്ന ബീൻസ് പോലെയുള്ള വിത്തുകൾ ഉൾക്കൊള്ളുന്ന കായ്കളും ഈ മരത്തിന്റെ പ്രത്യേകതയാണ്. മച്ചാൻ കെട്ടി ഉറപ്പിക്കുവാൻ ഓക്കുമരത്തിനോളം നല്ല മറ്റു മരമില്ല. അതിന്റെ പരിപരുത്ത തൊലിയിൽ നന്നായി കയർ മുറുകും. മരത്തിന്റെ ചുവട്ടിൽ നിന്നും 15 അടി മാറി നദിയുടെ തീരത്ത് കാളയെ കെട്ടിയിടുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്താൽ നരഭോജി ഏതു ദിക്കിലൂടെ വന്നാലും എനിക്കതിനെ കാണുവാനും കഴിയും. വലിയ ഇലകൾ എന്നെ നല്ലവണ്ണം മറയ്ക്കുകയും ചെയ്യും. സമയം 5:30 കഴിഞ്ഞു. എല്ലാം വേഗത്തിൽ ചെയ്തു തീർക്കണം.
കാരണം ബൂരയ്ക്ക് അധികം വൈകാതെ തിരികെ നിരായുധനായി കുടിലിലേക്ക് മടങ്ങേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, പടിഞ്ഞാറൻ മലകളുടെ ഭാഗത്ത് നരഭോജി ഇതിനോടകം എത്തിയാൽ അത് താഴെ നദിക്കരയിൽ മരത്തിനു ചുവട്ടിലുള്ള ചലനങ്ങൾ വീക്ഷിക്കും. അതോടെ അതിന് മനുഷ്യൻ തനിക്ക് വേണ്ടി കെണി ഒരുക്കുന്നുണ്ടെന്ന് മനസ്സിലാവുകയും രംഗത്തു നിന്നും പിൻവാങ്ങുകയും ചെയ്യും. ഞാൻ ഇരിക്കുന്നിടത്തു നിന്നും 30 അടി അകലത്തിൽ ഒരു കമ്പ് മണ്ണിലടിച്ചിറക്കി ബൂര കാളയെ അതിൽ കെട്ടി. എന്നിട്ട് അതിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചിട്ട് അതിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിലുള്ള തന്റെ പങ്ക് ഏറ്റുപറഞ്ഞ് കാളയോട് ക്ഷമായാചന നടത്തി. പിന്നെ 3 വട്ടം തല നിലത്ത് മുട്ടിച്ച ശേഷം ജഡുതിയിൽ ഗ്രാമത്തിലേക്ക് തിരിച്ചു. അകലെ പടിഞ്ഞാറൻ മലകൾക്ക് പിന്നിൽ സൂര്യൻ മറയുകയാണ്. 6 മണിയോടെ സായന്തനത്തിന്റെ നീണ്ട നിഴലുകൾ പ്രദേശമാകെ വ്യാപിച്ചു. നരഭോജിയുടെ ആഗമനം വന്നേക്കാവുന്ന മലയ്ക്ക് അഭിമുഖമായി ഞാനിരുന്നു. പിന്നിൽ ആറാണ്. ആറ്റുതീരത്തു നിന്നും ഒരാന മെല്ലെ ഒച്ചയിട്ടു. വൈകിയ വേളയിലെ നീരാട്ട് അത് ആസ്വദിക്കുകയാണ്. ആ ഭീമന്റെ സാന്നിധ്യം എനിക്കൊരു അലോസരവും ഉണ്ടാക്കിയില്ല. വനത്തിൽ നിന്നും മയിലുകളും കാട്ടുകോഴികളും രാത്രിയെ കൂട്ടമായി വരവേറ്റു. ഇടവിട്ടിടവിട്ട് മുളകൾ ആടിയുലയുന്ന ഒച്ച ഉയർന്നു. അകലെ മലകൾക്കിടയിലെ മരങ്ങളിൽ കറുത്ത മുഖവും നീളൻ വാലുകളുമുള്ള ലങ്കൂർ കുരങ്ങുകൾ ചാടിക്കളിക്കുന്നു. വൂം വൂം എന്ന ആൺകുരങ്ങുകളുടെ സ്വരം മലകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അതിനകമ്പടിയായി പെണ്ണുങ്ങളുടെ ചീക്ക് ചീക്ക് എന്ന ഒച്ചയും ഉയർന്നു. കുരങ്ങന്റെ ഈ ചാട്ടം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, അവരുടെ ജീവിതം മുഴുവനും വിനോദമാണ്. ഒരു ഉത്തരവാദിത്വവുമില്ല. മരങ്ങളിൽ നിന്നും മരങ്ങളിലേക്കുള്ള കുതിച്ചു ചാട്ടങ്ങൾ മാത്രം. ശത്രുക്കളായ കടുവകളെയോ പുലികളെയോ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അതിനുവേണ്ടി ഒരു ലങ്കൂർ കുരങ്ങ് ഏതേലും വലിയ മരത്തിന്റെ മുകളിൽ കയറി ശ്രദ്ധയോടെ അടിവശം നിരീക്ഷിക്കുന്നുണ്ടാകും. പെട്ടെന്ന് കാവൽക്കാരനായ ലങ്കൂർ കുരങ്ങിന്റെ അപായസ്വരം ശീതക്കാറ്റിലൂടെ ഒഴുകി എൻ്റെ ചെവിയിൽ പതിച്ചു. അപ്പോഴേക്കും സൂര്യൻ പൂർണ്ണമായും മറഞ്ഞിരുന്നു. കുരങ്ങൻ നല്ലൊരു ജോലിയാണ് ചെയ്തത്. അതോടെ ആ ട്രൂപ്പിലെ എല്ലാ കുരങ്ങും ഒരുപോലെ അപായസ്വരം ഉയർത്തി. കുരങ്ങുകൾ മാത്രമല്ല, അകലെ താഴ്വരയിൽ മേഞ്ഞുകൊണ്ടിരുന്ന ഒരു പുള്ളിമാനും കാതു തുളയ്ക്കുന്ന മുന്നറിയിപ്പിട്ടു. നരഭോജി വരികയാണ്. ഈ സ്ഥലം തന്നെ തെരഞ്ഞെടുത്തതിൽ ഞാൻ എന്നെ തന്നെ അഭിനന്ദിച്ചു. പൊടുന്നനെ മലയുടെ മുകളിൽ എവിടെയോ നിന്നൊരു കടുവ അലറി. അതോടെ നരഭോജിയുടെ സാന്നിധ്യം അവിടെ ഉറപ്പായി. പക്ഷേ 15 നിമിഷം കഴിഞ്ഞിട്ടും അത് താഴേക്ക് വന്നില്ല. കുരങ്ങുകളും മാനും നിശബ്ദരാണിപ്പോൾ. ഇരുട്ട് എല്ലായിടവും പരന്നു. കണ്ണുകൾ പരമാവധി തുറന്ന് നദിക്കരയിലോ മലഞ്ചെരുവിലോ നരഭോജിയുടെ നേരിയ ഒരു അനക്കമെങ്കിലും കാണാനുണ്ടോ എന്ന് ഞാൻ നോക്കി. ഏതാനും നിമിഷം കഴിഞ്ഞു കാണും. ഒരു മൃഗം മലഞ്ചെരുവിലൂടെ ഉരുണ്ട എന്ന വണ്ണം ആറ്റുതീരത്ത് വന്നു നിന്നു. അതൊരു കരടിയായിരുന്നു. അത് കിഴങ്ങുകൾ തിരിഞ്ഞു നടക്കുമ്പോഴാകാം കടുവയുടെ സാന്നിധ്യം അറിഞ്ഞത്. രാത്രി കനത്തു. താഴ്വാരമാകെ വിറങ്ങലിച്ചുകൊണ്ട് തണുത്ത കാറ്റ് വീശി. എനിക്കും തണുക്കുവാൻ തുടങ്ങി. ക്രമേണ തണുപ്പ് വർദ്ധിച്ചു. പല്ലുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതിരിക്കുവാൻ ഞാൻ പാടുപെട്ടു. പെട്ടെന്ന് എനിക്ക് മുകളിലായി ഒരു അനക്കം ഞാൻ അറിഞ്ഞു. പിന്നെ നീണ്ട വിരലുകൾ പോലെ ഒരു വസ്തു എൻ്റെ കൈമുട്ടിലും പിടലിയിലും സ്പർശിച്ചു. അതെന്താണെന്ന് അറിയുവാൻ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. 2 വലിയ കണ്ണുകൾ എൻ്റെ കണ്ണുകളുമായി 2 ഇഞ്ച് അകലത്തിൽ വെച്ച് സന്ധിച്ചു. മനുഷ്യനെ പോലെ ഒരു രൂപം, എന്നാൽ 6 ഇഞ്ചിലധികം വലിപ്പമില്ല. ആനുപാതികമല്ലാത്ത നീളൻ കൈകളും കാലുകളുമായി സുഖകരമായി അതെൻ്റെ ചുമലിൽ ഇരിക്കുകയാണ്. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടും അതൊരു ഭയവും കാട്ടിയില്ല. അതൊരു സ്ലെൻഡർ ലോറിസ് കുരങ്ങായിരുന്നു. മലയാളത്തിൽ നമ്മൾ ഇതിനെ കുട്ടിത്തേവാങ്ക എന്ന് പറയും. അതെനിക്ക് കടുവ വരുന്നുണ്ടെന്ന് മുന്നറിയിപ്പ് തരുവാൻ വന്നതാകാം. തെക്കേ ഇന്ത്യൻ വനങ്ങളിലും പാഴിയിടങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു. ഖേദകരമെന്ന് പറയട്ടെ, വിവരമില്ലാത്ത പ്രദേശവാസികളായ ആദിവാസികൾ ഇവയെ ക്രൂരമായി വേട്ടയാടാറുണ്ട്. അവർ വിശ്വസിക്കുന്നത് ഇവയുടെ സുന്ദരമായ കണ്ണുകൾ കഴിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കുമെന്നാണ്. ഈ ആവശ്യത്തിനു വേണ്ടി അവർ ഇവരെ പിടിച്ച് ജീവനോടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് ഭക്ഷിക്കും. പിന്നെ അതിനെ കൊന്നു തിന്നും. കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് വിട്ടാലും അവ ജീവിക്കുമെന്നൊരു അന്ധവിശ്വാസവും ഇവർക്കുണ്ട്. മനുഷ്യന്റെ ദുരയും തെറ്റിദ്ധാരണകളും മൂലം ഇത്തരം അനവധി സാധുജീവികൾ നരകയാതന അനുഭവിക്കുന്നു. ഞാൻ എൻ്റെ തലയൊന്ന് ചലിപ്പിച്ചപ്പോൾ കുട്ടിത്തേവാങ്ക് ഭയന്ന് മരത്തിൻ്റെ മുകളിലേക്ക് കയറി ശിഖരങ്ങൾക്കിടയിൽ മറഞ്ഞു. പാവം കുരങ്ങൻ ഇപ്പോൾ പേടിച്ചു പോയി. അതിന് താഴേക്കിറങ്ങി രക്ഷപ്പെടണമെങ്കിൽ എന്നെ കടന്നു പോകണം. അതിനുള്ള ധൈര്യമില്ലാത്തതുകൊണ്ട് മരത്തിൻ്റെ തുഞ്ചത്തെത്തി അവൻ ഉറക്കെ നിലവിളിച്ചു. അസാധാരണമായ നിശബ്ദതയുമായി മണിക്കൂറുകൾ മെല്ലെ ഇഴഞ്ഞു നീങ്ങി. തണുത്ത കാറ്റിപ്പോഴും മലകളിൽ നിന്നും താഴേക്ക് ചീറിയടിക്കുന്നു. വിവിധ ജാതി മൃഗങ്ങളുടെ സ്വരം വനത്തിൽ നിന്നും കേൾക്കാം. അകലെ എവിടെയോ നിന്നും ഒരു മരം കൊത്തി ആഞ്ഞു കൊത്തുന്ന സ്വരം ഉയർന്നു. പിന്നെ ഒരു കാട്ടുപോത്ത് വെറുപ്പോടെ മുക്കറയിടുന്നത് കേട്ടു. കാറ്റിൽ മനുഷ്യന്റെ ഗന്ധം അതിന് കിട്ടിയിരിക്കാം. മേഘരഹിതമായ ആകാശത്തിൽ ശതലക്ഷക്കണക്കിന് നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി. അവ വീഴ്ത്തിയ വെളിച്ചത്തിൽ മലകളുടെ അതിരുകളും വനത്തിന്റെ മേലാപ്പുകളും ദൃശ്യമായി. നീണ്ടുപോയ ഈ നിശബ്ദതയെ പിന്നെ ഭഞ്ചിച്ചത് ഇര തേടിയിറങ്ങിയ ഒരു കൂട്ടം കുറുക്കന്മാരുടെ സംഗീതാത്മകമായ കൂവലാണ്. എനിക്ക് മുൻപിൽ കാണുന്ന താഴ്വാരത്തിന്റെ അടിവശത്തു നിന്നുമാണത് ഉയർന്നത്. നേതാവ് ആദ്യം ഓരിയിട്ടു. അതിനോട് ചേർന്ന് മറ്റുള്ളവരും.
പെട്ടെന്ന് അവയുടെ നിലവിളി പകുതിക്ക് വെച്ച് മുറിഞ്ഞു. ഒരു വിതുമ്പൽ സ്വരം പോലുമില്ല. എന്താണത്? എനിക്ക് അത്ഭുതമായി. 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാരണം കിട്ടി. എനിക്ക് പിന്നിൽ നിന്നും ഒരു സ്വരം കാറ്റിലൂടെ ഒഴുകിയെത്തി. അത് നിലച്ചപ്പോൾ കുറുക്കന്മാർ നിലവിളി പുനരാരംഭിച്ചു. ഒരു കടുവയുടെ വിളി. ഞാൻ പോലും അറിയാതെ കടുവ മലയിറങ്ങി ഓക്കുമരവും താണ്ടി എനിക്ക് പിന്നിലേക്ക് പോയിരിക്കുന്നു. അതിന്റെ വിളി വന്നത് സ്വാമിയുടെ കുടിലിരിക്കുന്ന വാഴത്തോട്ടത്തിനരികിലുള്ള റോഡിൽ നിന്നുമാണ്. അവിടെ വഴിയുടെ ഏതെങ്കിലും ഒരിടത്ത് കാണാവുന്ന തരത്തിൽ ഒരു കാളയെ കെട്ടിയിടുവാൻ പറ്റാത്തതിൽ എനിക്ക് പശ്ചാത്താപം തോന്നി. അതിനുള്ള സമയവും ഉണ്ടായിരുന്നു. കടുവയുടെ ഒച്ച ഇപ്പോൾ കേട്ടത് സന്യാസിയുടെ കുടിലിന്റെ അരികിൽ നിന്നുമാണ്. ഞാൻ വേഗം മരത്തിൽ നിന്നുമിറങ്ങി ആകാവുന്ന വേഗത്തിൽ അങ്ങോട്ടേക്ക് നടന്നു. കിഴവൻ ബൂരയുടെ അത്ഭുത കഥയിലെ സ്വാമി ഇപ്പോഴും കുടിലിൽ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. കടുവയുടെ വിളി ഇപ്പോഴും കേൾക്കാം. 1 മൈലിൽ താഴെ ദൂരമേയുള്ളൂ അവിടെ എത്തുവാൻ. നരഭോജിയുടെ പതിയിരുന്നുള്ള ആക്രമണത്തെ ഇപ്പോഴെനിക്ക് പേടിയില്ല. കാരണം 1 മണിക്കൂർ മുൻപ് ചന്ദ്രൻ ഉദിച്ചിരുന്നു. അരണ്ടതെങ്കിലും കാണാവുന്ന പ്രകാശമുണ്ട്. ആറ്റുതീരത്തേക്ക് വൈകിട്ട് വന്ന ഇടുങ്ങിയ വഴിയിലൂടെ കരുതലോടെ ഞാൻ നടന്നു. പടിഞ്ഞാറൻ ദിശയിലൂടെയാണ് ഞാൻ ഫക്കീറിന്റെ കുടിലിനെ സമീപിച്ചത്. കടുവയുടെ ഗർജനം കേട്ടത് റോഡിന്റെ കിഴക്ക് ഭാഗത്ത് എവിടെയോ നിന്നുമാണ്. ഫക്കീർ കുടിലിലുണ്ടോ, ഉള്ളിൽ നിന്നും എന്തെങ്കിലും സ്വരമുണ്ടോ എന്ന് അറിയുവാനായി ഞാൻ മുളമറയിലേക്ക് ചെവി ഓർത്ത് ശ്രദ്ധിച്ചു. ഒന്നും കേട്ടില്ല. കുടിലിന്റെ അകം ശൂന്യമാണ്. ഈ സമയം കടുവ ഒരിക്കൽ കൂടി അലറി. അത് വളരെ അടുത്ത് എവിടെയോ ഉണ്ട്. മിക്കവാറും കിഴക്ക് മാറി ഒരു ഫർലോങ്ങിനുള്ളിൽ തന്നെ റോഡ് സൈഡിലോ വാഴക്കൂട്ടത്തിനിടയിലോ അതുണ്ടാകും. ഉടനടി മറ്റൊരു ആശയം എനിക്ക് തോന്നി. ഒട്ടും വൈകാതെ ഞാനത് ചെയ്യുകയും ചെയ്തു. ശ്വാസകോശമാകെ പരമാവധി വായു വലിച്ചു കയറ്റി വായ്ക്ക് മുൻപിൽ കൈകൾ കോപ്പ പോലെ പിടിച്ച് ഉച്ചത്തിൽ കടുവയുടെ സ്വരം അനുകരിച്ചു വിളിച്ചു. ഈ വിദ്യ എന്റെ പഴയ സുഹൃത്തും അധ്യാപകനുമായ പൂജാരി ഗോത്രക്കാരൻ ബൈര പഠിപ്പിച്ചതാണ്. അനുകരണത്തിനു ശേഷം നിശബ്ദനായി ഞാൻ കുടിലിന്റെ ഒരു വശത്തേക്ക് മറഞ്ഞു നിന്നു. എന്റെ വിശ്വസ്തനായ വിഞ്ചസ്റ്റർ 405 പകുതിയോളം ഉയർത്തി അതിനോട് ചേർത്ത് പിടിച്ചിരുന്ന 3 സെൽ ഇലക്ട്രിക് ടോർച്ച് എപ്പോൾ വേണമെങ്കിലും തെളിക്കാവുന്ന നിലയിലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷേ ആ നരഭോജി പിന്നെ അലറി കേട്ടില്ല. എനിക്കറിയാം, അത് എന്റെ സ്വരം കേട്ട ദിശ നോക്കി വരികയാവും. കനത്തതും ദുസ്സഹവുമായ നിശബ്ദത ചുറ്റുപാടും വ്യാപിച്ചു. സ്വാമിയുടെ കുടിലിന്റെ മറവിൽ ഞാൻ സുരക്ഷിതനാണ്. 1-2 നിമിഷങ്ങൾ കടന്നുപോയി. പെട്ടെന്ന് നഗ്നനായ ഒരു മനുഷ്യരൂപം വാഴകൾക്കിടയിൽ നിന്നും പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടു. കടുവയുടെ അലർച്ച കേട്ടത് ഏതു ദിക്കിൽ നിന്നുമാണോ അവിടെ നിന്നുമാണ് ആ രൂപം കടന്നു വരുന്നത്. അയാൾ എൻ്റെ നേരെ ഓടി വരുന്നു. കുറച്ചുകൂടി അടുത്തെത്തിയപ്പോൾ കണ്ടു ആ രൂപം ഒരു കറുത്ത തുണി ധരിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി, അയാൾ എൻ്റെ നേരെയല്ല വരുന്നത്, മറിച്ച് കുടിലിൻ്റെ നേരെയാണ്. ആ രൂപം വാഴത്തോത്തിലെ ഒടിയൻ സ്വാമി അല്ലാതെ മറ്റാരുമല്ല. എൻ്റെ ശ്വാസം നിലച്ചതുപോലെയായി. തോക്കിൽ പരിഭ്രമത്തോടെ ഞാൻ ഇറുക്കെ പിടിച്ചു. ഞാൻ എന്താണ് എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത്? തൊട്ടു മുൻപാണ് റോഡിൽ നിന്നും ഒരു കടുവയുടെ ഗർജനം കേട്ടത്. ഇപ്പോഴിതാ ആ സ്വരം വന്ന അതേ ദിശയിൽ നിന്നും സ്വാമി എൻ്റെ നേർക്ക് ഓടി വരുന്നു. ഇത്രയും ദിവസം ഞാൻ ചിന്തിച്ചതൊന്നും സത്യമല്ലായിരുന്നു. ലോകത്തൊരു മനുഷ്യനും കാണാത്ത കാര്യമാണ് ഞാനിപ്പോൾ കാണുന്നത്. പക്ഷേ അടുത്ത നിമിഷത്തിൽ സകല മിസ്റ്ററിയും പോയി മറഞ്ഞു. കുടിലിൻ്റെ നേർക്ക് പാഞ്ഞു വരുന്ന ആ മനുഷ്യരൂപത്തിൻ്റെ പിന്നാലെ തുടർച്ചയായ ഏതാനും ഗർജനത്തോടെ ഒരു കടുവ കുതിച്ചു വന്നു. 2 ചാട്ടത്തിനത് ആ നിർഭാഗ്യവാന്റെ മേൽ പറന്നിറങ്ങി. അയാളിൽ നിന്നും അന്നുയർന്ന ആ നിലവിളി എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നു. അയ്യോ എന്നയാൾ കാറി, അത്രമാത്രം. അതോടെ എല്ലാം തീർന്നു. നരഭോജി സന്യാസിയുടെ മേലേക്ക് വീണുരുണ്ടു. അതോടെ ഇരുവരും ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾക്കിടയിൽ അപ്രത്യക്ഷമായി. അപ്രതീക്ഷിതമായി ഈ സംഭവ പരമ്പരകൾ കണ്ട ഞാൻ നിന്നയിടത്ത് തന്നെ വേരിറങ്ങിയതുപോലെ മരവിച്ച് നിന്നുപോയി. പിന്നെ ഉച്ചത്തിൽ അലറിക്കൊണ്ട് ആകാവുന്ന വേഗത്തിൽ മുൻപോട്ടോടി. ഒരു പക്ഷേ എൻ്റെ അലർച്ച കേട്ട് കടുവ ഭയന്ന് സ്വാമിയെ വിട്ടാൽ അയാളുടെ ജീവനെങ്കിലും രക്ഷിക്കാമല്ലോ. 40 യാർഡെങ്കിലും ഓടിയിട്ടുണ്ടാകും. പെട്ടെന്ന് ഞാൻ ടോർച്ച് തെളിച്ചു. ഓട്ടത്തിനിടയിൽ കണ്ടു വെറും 15 യാർഡ് അകലത്തിൽ ടോർച്ച് വെളിച്ചത്തിൽ തിളങ്ങുന്ന നരഭോജിയുടെ ഭീകരമായ കണ്ണുകളെ. അത് നീളൻ പുല്ലുകൾക്കിടയിൽ തൻ്റെ ഇരയുടെ മുകളിൽ കിടക്കുകയാണ്. ചിന്തിക്കുവാൻ സമയമില്ല. ഞാൻ പെട്ടെന്ന് ചവിട്ടി നിന്നിട്ട് തിളങ്ങുന്ന ആ ഭീകരമായ കണ്ണുകൾക്കിടയിലേക്ക് ഒരു വട്ടം നിറയൊഴിച്ചു. നരഭോജി ഒരു വശത്തേക്ക് ചെരിഞ്ഞു. വീണ്ടും വീണ്ടും ആ കൊലയാളിയുടെ തല ലക്ഷ്യമാക്കി ഞാൻ കാഞ്ചി വലിച്ചു. അതിൻ്റെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. തുള്ളൽപ്പനി പിടിച്ചതുപോലെ വെട്ടിവിറച്ചുകൊണ്ട് നരഭോജി നിലം പറ്റി. എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. നരഭോജി സന്യാസിയുടെ മുകളിലാണ് കിടക്കുന്നത്. ക്ലോസ് റേഞ്ചിൽ നിന്നും വെച്ച വെടി മൂലം ഹൈ വെലോസിറ്റിയുള്ള വെടിയുണ്ടകൾ കടുവയെ തുളച്ചു കിടന്ന അയാളുടെ മേൽ പതിച്ചിരിക്കുമോ? ചിലപ്പോൾ ഏതേലും വെടി കടുവയ്ക്ക് കൊള്ളാതെ നേരിട്ട് സ്വാമിക്ക് കൊണ്ടു കാണുമോ? കടുവയുടെ അടുത്തേക്ക് ഞാൻ നടന്നു. അത് കോച്ചി വലിക്കുകയാണ്. 2 യാർഡ് അകലത്തിൽ വെച്ച് അതിൻ്റെ തലയുടെ പിന്നിൽ 4ാമത്തെ നിറയും ഒഴിച്ചു. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മുൻപ് വെച്ച വെടി അതിൻ്റെ ശിരസ് ഇതിനോടകം തകർത്തിരുന്നു. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നരഭോജിയുടെ കോച്ചിപ്പിടച്ചിൽ നിലച്ചു. വളരെ പ്രയാസപ്പെട്ട് ഞാനതിനെ സ്വാമിയുടെ ശരീരത്തിൽ നിന്നും ഒരു വശത്തേക്ക് തള്ളി മാറ്റി.
ദേഹം നിറയെ രക്തവുമായി എൻ്റെ മുൻപിൽ വാഴത്തോത്തിലെ സ്വാമി മണ്ണിൽ കമഴ്ന്നു കിടക്കുന്നു. തണുത്ത ഒരു ഭയം എൻ്റെ ഉടലാസകലം വ്യാപിച്ചു. സന്യാസിക്ക് എൻ്റെ വെടി കൊണ്ടിട്ടുണ്ടെന്ന് എനിക്കുറപ്പായി. പരിഭ്രമത്തോടെ തോക്കിൻ്റെ ബാരലിലെ ക്ലാമ്പിൽ നിന്നും ടോർച്ച് ഊരിമാറ്റി അത് തെളിച്ചുകൊണ്ട് വിറയലോടെ അയാളുടെ ഉടലാസകലം ഞാൻ പരതി. ഒരു വെടിയുണ്ടത്തുള്ള അവിടെ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒന്നും കണ്ടില്ല. പിന്നെ ഞാൻ സ്വാമിയെ മലർത്തിയിട്ടു, മറുവശത്ത് വെടിയേറ്റോ എന്നറിയുവാൻ. അപ്പോൾ സന്യാസി കണ്ണുകൾ മെല്ലെ തുറന്നു. ടോർച്ച് വെളിച്ചമടിച്ച് അയാളുടെ കണ്ണുകൾ തിളങ്ങി. നരഭോജിയുടെ കണ്ണുകളിൽ ഞാൻ കണ്ടതിലും വെറുപ്പ് അതിൽ തളം കെട്ടിക്കിടന്നു. ഒടിയൻ സ്വാമിയുടെ ചുണ്ടുകൾ മെല്ലെ അനങ്ങി. നേർത്തതും ഇടമുറിഞ്ഞതുമായ ഏതാനും വാക്കുകൾ ചാടി വന്നു. ശ്രദ്ധയോടെ ഞാനത് കേട്ടു. വെള്ളക്കാരാ, നീ ജയിച്ചു. നക്ഷത്രങ്ങൾ ഇന്ന് രാത്രി എനിക്ക് അനുകൂലമല്ലാതെ പോയി. അതുകൊണ്ട് കടുവ എൻ്റെ ജീവനെടുത്തു. പക്ഷേ ഇത് നീ ഓർത്തുവെച്ചു, ഒരിക്കൽ നീയും ചാകും, അതും മറ്റൊരു കടുവയുടെ പല്ലുകൊണ്ട്. നിന്റെ ചാവിനു വേണ്ടി ഞാൻ കാത്തിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് വാളയത്തോത്തിലെ ഒടിയൻ സ്വാമി എന്നേക്കുമായി കണ്ണുകൾ അടച്ചു. അയാളുടെ തന്നെ പ്രതിബിംബമായി കരുതപ്പെട്ട നരഭോജി മരിച്ചിട്ടധികം കഴിയും മുൻപേ. ഈ നടന്ന സംഭവങ്ങളുടെ എല്ലാം വിശദീകരണം വളരെ ലളിതമാണ്. അന്ന് രാത്രി ജാഗ്രതയോടെ നരഭോജിയെ തെരഞ്ഞ് ഞാൻ ഏത് ദിക്കിൽ തമ്പടിക്കുമെന്ന കാര്യം സ്വാമിക്ക് അറിയില്ലായിരുന്നു. പിന്നെ രാത്രിയായപ്പോൾ റോഡിൻ്റെ അപ്പുറം കുറെ അകലെ നിന്നുമായി യഥാർത്ഥ നരഭോജിയുടെ വിളി വന്നു. അയാൾ കുടിൽ വെട്ടി വെളിയിൽ ചാടി. കടുവയുടെ സ്വരം വരുന്നത് എവിടെ നിന്നുമാണെന്ന് നിരീക്ഷിച്ചു. കടുവയുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് അറിയാവുന്ന സ്വാമിക്ക് അതിൻ്റെ സ്വരം കേട്ട അകലം ഗണിച്ചപ്പോൾ താനപ്പോൾ സുരക്ഷിതനാണെന്ന് മനസ്സിലായി. പിന്നെ അയാളുടെ അടുത്ത ശ്രമം ഞാൻ എവിടെയാണെന്ന് കണ്ടെത്തലാണ്. മറ്റൊന്നിനുമല്ല, എൻ്റെ ഉദ്യമങ്ങളെ പരാജയപ്പെടുത്തുവാനോ വഴി തിരിച്ചു വിടുവാനോ ആയിരിക്കണം. 2 രാത്രികൾക്ക് മുൻപ് സ്വാമി അതിൽ വിജയിച്ചതുമാണ്. എന്നാൽ ഞാൻ മലയുടെ അടിവാരത്തുള്ള എൻ്റെ മച്ചാൻ വിട്ട് ഇറങ്ങി വരുമെന്നോ മറ്റൊരു വഴിയിലൂടെ വളഞ്ഞു ചുറ്റി സ്വാമിയുടെ കുടിലിൻ്റെ അടുക്കലെത്തി കടുവയുടെ സ്വരം അനുകരിക്കുമെന്നോ അയാൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നിശ്ചയമായും സ്വാമി ആ സമയം റോഡിൻ്റെ സൈഡിലായിരിക്കും ഉള്ളത്. 2 വ്യത്യസ്ത ദിശയിൽ നിന്നും, അതായത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നുമായി 2 കടുവകളുടെ ഗർജനം കേട്ടതോടെ അയാളാകെ പരിഭ്രാന്തനായി. ആ പ്രദേശത്ത് ഒരേ സമയം 2 കടുവകൾ വന്നിട്ടുണ്ട് എന്ന് സ്വാമി വിചാരിച്ചു. ഒരെണ്ണം മുൻപിൽ എവിടെയോ ഉണ്ട്, മറ്റൊരെണ്ണം പിന്നിലും. എന്നാൽ ഇതിൽ ഏതാണ് നരഭോജി എന്ന് അറിയുവാനും വഴിയില്ല. അതോടെ നിർഭയനായ ആ മനുഷ്യന്റെ ധൈര്യം ചോരുകയും അയാൾ തിരികെ കുടിലിലേക്ക് പ്രാണരക്ഷാർത്ഥം ഓടുകയും ചെയ്തു. അതേ നിമിഷത്തിൽ നരഭോജി സന്യാസിയെ കണ്ടു. അതുടനെ പാഞ്ഞെത്തി അയാൾക്ക് മേൽ ചാടി വീണു. ഇതാണ് സംഭവിച്ചത്. ഞാൻ ബൂര താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് നടന്നു. അയാൾ അപ്പോഴും ഉറങ്ങാതെ ഇരിക്കുകയാണ്. ഞാൻ ആ നരഭോജിയെ വെടിവെച്ചു. ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ബൂര ചോദിച്ചു, ആ വിശുദ്ധ മനുഷ്യൻ, സന്യാസി, അയാൾ എവിടെയാണ് ദുരൈ? ബൂരയുടെ കുടിലിൻ്റെ വാതിൽപ്പടിയിലിരുന്ന് തോളും വെട്ടിച്ച് ഞാൻ പറഞ്ഞു, അയാളും കൂടെ ചത്തു. ബൂര ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സംതൃപ്തിയോടെ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായോ ദുരൈ? ഞാൻ ഉറക്കെ ചിരിച്ചു. കടുവ ആദ്യം അയാളെ കൊന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനതിനെ വെടിവെച്ചത്. അല്പനേരത്തേക്ക് അവിടെ ഒരു നിശബ്ദത പരന്നു. വിശ്വാസം വരാതെ കണ്ണുകൾ മിഴിച്ചുകൊണ്ട് ബൂര എന്നെ നോക്കി. എന്ത്? അസ്പഷ്ടമായി അയാൾ ചോദിച്ചു. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അവിടെ 2 ശവങ്ങളുണ്ടെന്നോ? സ്വാമിയുടെയും കടുവയുടെയും? തീർച്ചയായും, ഞാൻ മറുപടി കൊടുത്തു. വിശ്വാസം വരാതെ ബൂര വീണ്ടും ചോദിച്ചു, താങ്കൾക്ക് ഉറപ്പാണോ അതൊരു ശവമല്ലെന്ന്? 2-1 അവിടെ കാണുവാൻ വഴിയുള്ളൂ, ഒന്നുകിൽ സ്വാമിയുടെ അല്ലെങ്കിൽ കടുവയുടെ. നിശ്ചയമായും അങ്ങനെയല്ല ബൂര, ഞാൻ പരുഷമായി പറഞ്ഞു. അവിടെ 2 ഉടൽ കിടപ്പുണ്ട്, ഒന്ന് നരഭോജിയുടെ, രണ്ടാമത്തെ സ്വാമിയുടെ. അതോടെ ബൂര ഉച്ചത്തിൽ വിളിച്ചു കൂവി. ചുറ്റുമുള്ള കുടിലുകളിലെ ആളുകളെ ഉണർത്തി. 1-2 നിമിഷത്തിനുള്ളിൽ 12ഓളം ഇരുളന്മാർ ഭയം നിറഞ്ഞ മുഖവുമായി എനിക്ക് ചുറ്റിലും നിരന്നു. നിങ്ങൾക്കറിയാമോ സഹോദരങ്ങളെ, ബൂര അവരോട് അഭിമാനത്തോടെ വിളിച്ചലറി, എൻ്റെ ധൊരൈ ആ നരഭോജിനെയും സ്വാമിനെയും ഒരുമിച്ച് വെടിവെച്ച് കൊന്നു. ഈ പ്രസ്താവന കേട്ട് ഞാൻ ചൂളിപ്പോയി. പെട്ടെന്ന് തന്നെ കർക്കശമായി പറഞ്ഞു, എടാ നശിച്ചവനെ, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു കടുവയാണ് സ്വാമിയെ കൊന്നതെന്ന്, ഞാൻ കടുവയെയാണ് വെടിവെച്ചതെന്ന്. അത് ശരി, അത്യുത്സാഹത്തോടെ ഇരുളർ ഒരുമിച്ച് പറഞ്ഞു. നമുക്കൊന്ന് പോയി നോക്കാം. ഏതാനും നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ദുരന്തം നടന്ന സ്ഥലത്തെത്തി. ആവേശം മൂത്ത ഇരുളർ ആ മൃതദേഹങ്ങൾക്ക് ചുറ്റും ആനന്ദ നൃത്തം ചെയ്തു. ഒറ്റ രാത്രി കൊണ്ട് അവരുടെ നികൃഷ്ടരായ 2 ശത്രുക്കളാണ് ചത്തത്. 1 അവരെ കൊന്നു തിന്നുന്ന നരഭോജിയും, 2 അവരെ ഭയപ്പെടുത്തി കൊല്ലാക്കൊല ചെയ്തു വന്ന സ്വാമിയും. പിന്നെ ബൂര അപ്പോഴും തുറന്നു കിടന്ന സ്വാമിയുടെ കണ്ണുകളിലേക്ക് കുനിഞ്ഞു നോക്കി ക്ഷോഭത്തോടെ വിളിച്ചു, എടാ, അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയുവാൻ കഴിയൂ. കാരണം അത് കഴിഞ്ഞയുടനെ അയാളുടെ വായിൽ നിന്നും പുറത്തു ചാടിയത് മുഴുത്ത 2 തെറിയായിരുന്നു. വാഴത്തോട്ടത്തിലെ സ്വാമിയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയിൽ വെച്ച്
നമുക്ക് വീണ്ടും കാണാം. കഴിഞ്ഞ പാർട്ടിൽ ഹാല മാഡ്രിഡ് എന്നൊരു ഐഡി സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചിരുന്നു. കെന്നത്ത് ആൻഡേഴ്സൺ താമസിച്ചിരുന്ന വീട് ഇപ്പോഴും അതുപോലെ ഉണ്ടോ? ബാംഗ്ലൂരിൽ എവിടെ ആയിരുന്നു എന്നാണ് ചോദ്യം. ഡിയർ ഹാല മാഡ്രിഡ്, ആൻഡേഴ്സന് ബാംഗ്ലൂരിൽ തന്നെ വിവിധ ഇടങ്ങളിലായി 3ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് അന്വേഷണത്തിൽ അറിയുവാനായത്. അതിൽ ഒന്നുപോലും ഇന്ന് അവശേഷിക്കുന്നില്ല. എല്ലാം പല കാലങ്ങളിലായി വിറ്റുപോയി. അവിടെ ഇപ്പോൾ മറ്റ് കെട്ടിടങ്ങളാണുള്ളത്. ഇതും കൂടാതെ വിവിധ ഇടങ്ങളിൽ അദ്ദേഹം വേട്ടയ്ക്ക് പോകുമ്പോൾ തങ്ങുവാനായി ധാരാളം സ്ഥലങ്ങൾ വാങ്ങിയിരുന്നു. അതെല്ലാം പിന്നീട് പിൻതലമുറ വിറ്റുകളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഓർമ്മയ്ക്ക് ഏതാനും പഴയ ഫോട്ടോകൾ മാത്രം അവശേഷിച്ചിട്ടുണ്ട്. അത് ദി ലാസ്റ്റ് വൈറ്റ് ഹണ്ടർ എന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം. ജിം കോർബറ്റിനെ ഇന്ത്യൻ ഗവൺമെൻറ് ആദരിച്ചതുപോലെ ഒരു ഭാഗ്യം ആൻഡേഴ്സന് ഉണ്ടായിട്ടില്ല. വിസ്മൃതിയിൽ ആണ്ടുപോയ ആൻഡേഴ്സന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നൽകിയത് നമ്മുടെ ചാനലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളല്ലേ ഇവിടെയുള്ള ഓരോ കഥയും. ആ ഓരോ കഥയുടെയും ഭാഗമല്ലേ നിങ്ങൾ ഓരോരുത്തരും.